ജ്യോതി. ഓഹോ. ഞാൻ ഓഡിയബിൾ ആണല്ലോ അല്ലേ? യെസ്. അതെ സർ. ഓക്കെ. നമസ്കാരം എല്ലാവർക്കും. നമസ്കാരം. ഒരു നീണ്ട നാളത്തെ അവധിക്ക് ശേഷം നമ്മൾ കണ്ടുമുട്ടുകയാണ് അല്ലേ? അപ്പോൾ എല്ലാവർക്കും ഗുരുദേവ നാമത്തിൽ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നുള്ള നന്ദി. വീണ്ടും നിങ്ങളെന്നെ ക്ഷണിച്ചതിന് ആ, ജിതേഷ് ചേട്ടൻ, വിനോദ് ചീപ്പാറയിൽ, അനിൽ ശിവരാമൻ, പിന്നെ വനിതാ വേദിയുടെ ചെയർപേഴ്സൺ ജ്യോതി മാം, ട്രസ്റ്റ് ചെയർമാൻ ജിതിൻ ദാസ്, മറ്റ് സെൻട്രൽ ഭാരവാഹികൾ, വനിതാവേദി ഭാരവാഹികൾ. ഞാൻ എല്ലാവരെയും പേരെടുത്ത് പറയാമെന്ന് കഴിഞ്ഞാൽ ഒരുപാട് നീണ്ടുപോകും. എനിവേ, സെക്രട്ടറി പാർവതി, ട്രഷറർ ഡാനില, പിന്നെ എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ ടിൻറ്റു, വിനീഷ്, എല്ലാവർക്കും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. നിങ്ങൾ കഴിഞ്ഞ പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ വളരെ കഷ്ടപ്പെട്ട് കുവൈറ്റിൽ നിന്ന് എൻ്റെ വീട് തേടി പിടിച്ചെത്തി നിങ്ങളുടെ ഒരു ഉപഹാരം കൊടുത്തു വിടുകയുണ്ടായി. അതിനൊക്കെ ഒരുപാട് സ്നേഹം കേട്ടോ. ഓക്കെ, നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. നമ്മൾ കഴിഞ്ഞ വർഷം എടുത്തു വെച്ചതിൻ്റെ ബാക്കിയാണ് എടുക്കേണ്ടത് അല്ലേ? കഴിഞ്ഞ വർഷം ആ, നമ്മളുടെ ആ, ഈ ഓൺലൈൻ പ്രസൻറ്റേഷനിലും പിന്നെ അതിൻ്റെ ഓൺലൈൻ മീഡിയയിലെ വ്യൂവേഴ്സൊക്കെ ആയിട്ട് ഒരുപാട് പേര് അത് കണ്ടു എന്നറിഞ്ഞു, ഒരുപാട് പേർക്ക് അത് ഇഷ്ടപ്പെട്ടു എന്നറിഞ്ഞു. ആ, വളരെ റെലവൻ്റ് ആയ ഒരു വിഷയം തന്നെയാണ്. അപ്പോൾ ഇന്ന് അതിൻ്റെ ബാക്കി എടുത്താൽ പോരെ, നമുക്കിനി അങ്ങനത്തെ വിഷയങ്ങളിലേക്ക് വീണ്ടും പോകേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ? അങ്ങനെയെങ്കിൽ നമുക്ക് പുതിയ പുതിയ ടൂളുകൾ, അതും തികച്ചും പ്രാക്ടിക്കലി ആയ ടൂൾ. അപ്പോൾ അതിനു മുമ്പ് എനിക്കൊരു ആ, അഭിപ്രായം ചോദിക്കാനുള്ളത്, പേരൻ്റൽ സ്ട്രെസ് ആണല്ലോ വിഷയം. കുട്ടികൾ ഉള്ളതുകൊണ്ടാണല്ലോ നമ്മൾ പേരൻ്റ് ആയത്. അപ്പോൾ ഈ സ്ട്രെസ്സ്, നിങ്ങൾക്ക് സ്ട്രെസ് ഉള്ളതുകൊണ്ടാണല്ലോ പേരൻ്റൽ സ്ട്രെസ് എന്ന് തന്നെ വിളിക്കുക. അങ്ങനെയെങ്കിൽ നമ്മൾ ആരെ അഡ്രസ്സ് ചെയ്യണം? കുട്ടികളെ ശരിയാക്കണോ അതോ നിങ്ങൾ നോക്കണോ? ഏതാണ്, എന്താണ് വേണ്ടത്? അതോ കുട്ടികളെ ശരിയാക്കിക്കൊണ്ട് നിങ്ങൾ ശരിയാവണോ? നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട്, അൺമ്യൂട്ട് ചെയ്യാൻ കേട്ടോ. നമുക്ക് കുറച്ച് നേരമല്ലേ ഉള്ളൂ. ഡിസ്റ്റർബൻസ് ഇല്ലാത്ത രീതിയിൽ വർത്തമാനം പറഞ്ഞു പോവാം. കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ഒന്ന് കമൻറ്റ് ചെയ്യാവോ, എന്താണ് വേണ്ടത് ആക്ച്വലി? നിങ്ങൾ ശരിയാവണോ കുട്ടികൾ ശരിയാവണോ? അതോ കുട്ടികളെ ശരിയാക്കി നിങ്ങൾ ശരിയാവണം? 3 ഓപ്ഷനുണ്ട്, എ ബി സി. ഏത് വേണം? എന്തും പിടിക്കൂടെ. നമ്മൾ ശരിയാകണം. നിങ്ങൾ ശരിയാവണം. ഓക്കെ, ഫൈൻ. വേറെ വേറെ അഭിപ്രായങ്ങളുണ്ടോ ആർക്കെങ്കിലും? കുട്ടികളെ നല്ല വഴിക്ക് നടത്താനായിട്ട് പാരൻസിനെ എന്താ പറയാ ടീച്ച് ചെയ്യുക, അതുപോലെ തന്നെ പാരൻസിനുള്ള ഡീറ്റെയിൽസും തരാ. ലാൽജി ഒരു സംശയം ചോദിക്കുന്നത്, കുട്ടികളെന്ന് പറയുമ്പോൾ എപ്പോഴും കുറച്ച് മെച്യൂരിറ്റി കുറവാണല്ലോ. അപ്പൊ എപ്പോഴും കൂടുതൽ വൈൽഡായിട്ട് റിയാക്ട് ചെയ്യുന്ന അവരായിരിക്കത്തില്ലേ? ഓക്കെ, അല്ലേ, നമുക്കിതെല്ലാം വിഷയമാണ് ആക്ച്വലി. നിങ്ങളുടെ സ്ട്രെസ്സിൻ്റെ മൂല കാരണങ്ങൾ കിടക്കുന്നത് കുട്ടികളുടെ, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ കുട്ടികൾ വരുന്നില്ല അല്ലേ? മേ ബി നമുക്ക് ആ ടോപ്പിലേക്ക് ഞാൻ പോവാം കേട്ടോ. എനിക്കിപ്പോൾ ഏകദേശം ഒരു ധാരണ കിട്ടി. സാറേ, നമ്മള് അമിത പ്രതീക്ഷയാണ് ഏറ്റവും വലിയ അമിത പ്രതീക്ഷ. മൂലകാരണം. ഓക്കെ. കുട്ടികളെ കുറിച്ചുള്ള അമൃത പ്രതീക്ഷ, അതുപോലെ അത് പ്രകാരം അവർ നടക്കാത്തപ്പോൾ നമുക്ക് നിരാശ, അതാണോ? അതെ, അതെ. ശരി ജിതേഷ് ചേട്ടാ, ഞാൻ ഒരു സ്ലൈഡ് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ വിഷയത്തിൽ നമുക്ക് ഇതെല്ലാം കവർ ചെയ്യുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ കേട്ടോ. അതിലെന്തെങ്കിലും ആഡ് ഓൺസ് വേണമെന്നുണ്ടെങ്കിൽ ജിതേഷ് ചേട്ടൻ ഒന്ന് പറഞ്ഞാൽ മതി, ഞാനത് ആഡ് ഓൺ ചെയ്തോളാം കേട്ടോ. ഓക്കെ, ഞാനെന്താ വിത്ത് യുവർ പെർമിഷൻ ഞാൻ ടോപ്പിക്കിലേക്ക് കിടക്കുകയാണ്. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം. സ്ക്രീൻ വന്നോ? സ്ക്രീൻ വന്നെങ്കിലും ഒന്ന് ഇങ്ങനെ കാണിക്കാമോ? വന്നു. ഓക്കെ. നമുക്കിന്ന് മൊത്തം പ്രാക്ടിക്കലാണ്, തിയറി വളരെ കുറവാണ്. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ സ്ട്രെസ്സിൻ്റെ മൂല കാരണങ്ങൾ കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ അത് എന്തുകൊണ്ടായിരിക്കാം, നമുക്കത് എങ്ങനെ ഓവർകം ചെയ്യാം. ഞാൻ ചില ചെക്ക് ലിസ്റ്റുകൾ തരാം. ആ ചെക്ക് ലിസ്റ്റുകൾ പ്രകാരം നിങ്ങൾ പോയിട്ടുണ്ടായിരുന്നോ? അത് പോയിട്ടും സ്ട്രെസ് ഉണ്ടോ? ഇനി അതല്ലെങ്കിൽ ചിലപ്പോൾ അത് തന്നെയായിരിക്കാം കാരണം, ആ ചെക്ക് ലിസ്റ്റ് പ്രകാരം നിങ്ങൾ പോയിട്ടുണ്ടാവില്ല. കുട്ടികളെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്രതീക്ഷിച്ചു, വളർത്തി, നല്ല വിദ്യാഭ്യാസം കൊടുത്തു, നല്ല വസ്ത്രം കൊടുത്തു, നല്ല ഭക്ഷണം കൊടുത്തു, നല്ല ഓപ്പർച്യൂണിറ്റീസ് കൊടുത്തു, അവർക്ക് മാക്സിമം എക്സ്പ്ലോർ ചെയ്യാനുള്ള അവസരങ്ങൾ കൊടുത്തു. ബട്ട് വേണ്ട ഒന്നും ചിലപ്പോൾ കൊടുത്തു കാണിട്ടുണ്ടാവില്ലായിരിക്കാം.
അതിപ്പോൾ എങ്ങനെ അറിയും? ഞാൻ ആ ചെക്ക് ലിസ്റ്റ് പ്രസൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ എനിവേ ഒരു ചെറിയ റിവ്യൂ വെക്കാം. എന്തുകൊണ്ട് നമ്മുടെ ടോപ്പിക്ക് ചർച്ചാ വിഷയമായെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും നമ്മുടെ എല്ലാവരുടെയും വീടുകളിലെ പ്രശ്നം ഉണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ സ്ലൈഡ് തുടങ്ങിയത് തന്നെ കുവൈറ്റിൽ നിങ്ങൾ പോയിരിക്കുന്നത് ടൂറിനല്ല എന്ന് പറഞ്ഞിട്ടായിരുന്നു. നിങ്ങളെ സെർവ് ചെയ്യുന്നു, നിങ്ങളെ സെർവ് ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങൾ നമ്മളെ രാജ്യത്തെയും സെർവ് ചെയ്യുന്നു. കാരണം നിങ്ങളാണ് നമ്മുടെ എക്സ്പെഷ്യലി നമ്മുടെ സ്റ്റേറ്റിൻ്റെ ബാക്ക് ബോൺ ആയിട്ട് നിൽക്കുന്ന നിങ്ങളെ മനസ്സൊന്ന് ഫ്രീ ആക്കുക എന്നൊരു പർപ്പസിലാണ് ഞാൻ ശരിക്കും കഴിഞ്ഞ പ്രാവശ്യം ആദ്യമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നത്, അല്ലേ? അപ്പോൾ അതേ കമ്മിറ്റ്മെൻറ്റിലാണ് ഞാൻ ഇപ്പോഴും വന്നിരിക്കുന്നത്. നിങ്ങൾ ഫ്രീ ആണെങ്കിലേ ഉള്ളൂ. നിങ്ങൾ ഞങ്ങളുടെ ഈ നാട് വിട്ട്, മനോഹരമായ നാട് വിട്ട് അവിടെ പോയി കിടന്ന് ചിലർ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാവാം, ചിലർ ആസ്വദിക്കുന്നുണ്ടാവാം, എന്തു തന്നെയാലും നിങ്ങൾ അവിടെ ജീവിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ അവിടെ ജീവിക്കുന്നതിൻ്റെ ബെനഫിഷ്യറീസ് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റേറ്റാണ്, ഞങ്ങളുടെ കേരളമാണ്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ എന്തെങ്കിലും ക്രൈസിസ് ഉണ്ടാകുമ്പോഴൊക്കെ പെടുന്നത് ഇവിടെ ഞങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ ഏറ്റവും ഭംഗിയായിട്ട് വെക്കുക എന്നുള്ളതാണ് ബീങ് ആൻ ഇന്ത്യൻ അല്ലെങ്കിൽ ഒരു മലയാളി എന്ന നിലയ്ക്ക് എൻ്റെ ജോലി. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നേക്കാണ്. നമ്മുടെ വീട്ടിലെ ഈ ക്രൈസിസിനെ നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാം. ഇത് നിങ്ങൾ ക്യാരി ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലേ, വീട്ടിലെ യുദ്ധങ്ങൾ, കുട്ടികളുമായിട്ട് ഇടി, ബഹളം, വഴക്ക്, നിങ്ങൾ എന്താ പറയുക, പിന്നെ കുട്ടികളുടെ സ്ക്രീൻ അഡിക്ഷൻ. ഇവിടുത്തെ അവസ്ഥ ഏതാണ്? അവിടുത്തെ അവസ്ഥ അത് തന്നെയാണോ? സ്ക്രീൻ അഡിക്ഷൻ ഉണ്ടോ കുട്ടികൾക്ക്? മൊബൈൽ ഒരു പ്രശ്നമാണോ? അതെ. ആണോ? ആണ്. പിന്നെ ഫസ്റ്റ് എയ്ഡ് ബൈ ലോ ഗ്രേഡ്സ്. നേരത്തെ പറഞ്ഞ പോലെ പ്രതീക്ഷ, നല്ല മാർക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു, പക്ഷെ അവൻ പ്രതീക്ഷിച്ച പോലെ മാർക്ക് കിട്ടിയില്ല. ഹോംവർക്ക് ബാറ്റിൽസ്, കൃത്യമായിട്ട് അവൻ വീട്ടിൽ വന്നിട്ട് പഠിക്കുന്നില്ല. പിന്നെ എത്ര പരാതി ഉണ്ടാവും നിങ്ങൾക്കല്ലേ? പിന്നെ ആങ്ഷ്യസ് അബൌട്ട് ദ ഫ്യൂച്ചർ, അവരുടെ ഭാവിയെക്കുറിച്ച് ഓർത്തുള്ള ഉത്കണ്ഠ. എന്താവും, സെറ്റിലാവുമോ, അതാകുമോ, ഇതാകുമോ. അപ്പം ഇതെല്ലാം കൂടി പിന്നെ നിങ്ങളുടെ ജോബ് സ്ട്രെസ് കൂടി, നിങ്ങളുടെ വർക്ക് പ്ലേസ് സ്ട്രെസ് കൂടി കൂടുമ്പോൾ നമ്മൾ കൈറാശ്യം പറഞ്ഞ പോലെ പ്രഷർ കുക്കറിൽ വാൽവ് വെച്ചിരിക്കുന്ന ഓർമ്മ വരും. വാൽവ് എന്തിനാ? സമയത്ത് പ്രഷർ പോയില്ലെങ്കിൽ പൊട്ടിത്തെറിക്കും. അത് ചിലപ്പോൾ വീട്ടിലേക്ക് ഫോൺ ചെയ്യുമ്പോൾ അമ്മച്ചിയോട് തീർക്കും, അല്ലെങ്കിൽ പാർട്ട്നേഴ്സിനോട് തീർക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനോട് തീർക്കും, അല്ലെങ്കിൽ വർക്ക് പ്ലേസിൽ തീർക്കും, മിക്കവാറും കുട്ടികളുടെ മുമ്പിൽ തീർക്കും. അപ്പം കാര്യങ്ങൾ കൂടുതൽ വഷളാവും. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഉള്ളൊരു മോചനത്തിനായിട്ട് ഞാൻ ന്യൂറോ സയൻസ് ബേസ്ഡ് ആയിട്ട്, ഇന്നത്തെ ക്ലാസ്സിൻ്റെ പ്രത്യേകതയാണ്, ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ കൂടുതലും ബേസ് ചെയ്യുന്നത് വെറുതെ തിയറി പാട്ടല്ല, ബ്രെയിൻ സയൻസ് ആണ്. ന്യൂറോ സയൻസ് ബേസ്ഡ് ആയിട്ട് കഴിഞ്ഞ തവണ ഞാൻ ഗുരുദേവൻ്റെ ദർശനങ്ങളായിരുന്നു, അല്ലേ, ബേസ് ആക്കിയത്. ഇത്തവണ ഞാൻ ന്യൂറോ സയൻസ് ബേസ്ഡ് ആയിട്ടാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഗദ്യപ്രാർത്ഥന പക്ക ന്യൂറോ സയൻസ് ആണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ന്യൂറോ സയൻസ് വെച്ചിട്ട് ഞാൻ ഇതിനെ ഒന്ന് കോപ്പി ചെയ്യാൻ നോക്കാം. ഞാൻ ആദ്യം പറയട്ടെ, എൻ്റെ മക്കൾ നിരപരാധികളാണ്. മക്കളെല്ലാവരും നിരപരാധികളാണ്. നമുക്ക് ആർക്കും അവരെ കുറ്റപ്പെടുത്താൻ ഒരു അവകാശമില്ല. അതെന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. നിങ്ങൾ മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്, അല്ലേ? നേഴ്സിംഗ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. നിങ്ങൾക്ക് നല്ല ഭംഗിയായിട്ട് ബ്രെയിൻ വേവ്സിനെ കുറിച്ച് അറിയാൻ പറ്റും. നമുക്ക് നമ്മുടെ തലച്ചോറ് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് 5 തരം ബ്രെയിൻ വേവ്സ് കിട്ടും. ഡെൽറ്റ കിട്ടും, തീറ്റ കിട്ടും, ആൽഫ കിട്ടും, ബീറ്റ കിട്ടും, ഗാമ കിട്ടും. ഈ ഡെൽറ്റ സ്റ്റേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഡീപ്പ് സ്ലീപ്പ്, നമ്മൾ ഉറക്കം കഴിഞ്ഞ് സുഷുപ്തിയിലേക്ക് പോകുന്ന, നമ്മുടെ ശരീരമൊക്കെ റിപ്പയർ ചെയ്യുന്ന അവസ്ഥ. ഈ ഡെൽറ്റ സ്റ്റേറ്റും കുട്ടിയുമായിട്ട് എന്താ ബന്ധമെന്ന് അറിയാമോ? കുട്ടിയുടെ 2 വയസ്സുവരെ കുട്ടി ഡെൽറ്റ സ്റ്റേറ്റിൽ മാത്രമേ ഉള്ളൂ. കുട്ടിയുടെ ബ്രെയിൻ വേവ്സ് ബാക്കി 4 സ്റ്റേറ്റിലേക്കും പോകുന്നില്ല. അതുകൊണ്ടാണ് കൊച്ചുകുട്ടികൾ കൂടുതൽ സമയം കിടന്ന് ഉറങ്ങുന്നത്. അവർ ഈ ഉറക്കത്തിൻ്റെ സ്റ്റേറ്റിലാണ്. എന്നാൽ അവർ ഉറക്കമാണോ? അല്ല, അവരെല്ലാം അറിയുന്ന ഡീപ്പ് പ്രോഗ്രാമിംഗ് സ്റ്റേറ്റിലാണ്. അപ്പോൾ അച്ഛനോടും അമ്മയോടും എൻ്റെ ചോദ്യം ഇതാണ്: നിങ്ങൾ ഈ സ്റ്റേറ്റിനെ ഏറ്റവും ഭംഗിയായിട്ടാണോ വിനിയോഗിച്ചത്? അൺഫോർച്ചുനേറ്റ്ലി ഇന്ന് ഞങ്ങളുടെ നാട്ടിൽ, നമ്മുടെ കേരളത്തിൽ
ഈ സ്റ്റേറ്റിൽ ഗർഭിണിയായിരിക്കുന്ന മുതൽ 2 വയസ്സ് വരെയുള്ള കുട്ടികൾ വളരുന്ന വീട്ടിലൊക്കെ മിക്കവാറും മുത്തശ്ശിമാരുണ്ടാവും, അമ്മൂമ്മമാരുണ്ടാവും. അമ്മൂമ്മമാർക്കാണെങ്കിൽ സന്ധ്യ കഴിഞ്ഞാൽ അവൾ അറിയാതെ, അമ്മ അറിയാതെ കൊച്ചിനെ കാണാനില്ല. ഇങ്ങനത്തെ സീരിയലുകൾ കണ്ടുകൊണ്ട് ഇന്നിവിടെ കുട്ടികളെ പ്രോഗ്രാം ചെയ്യപ്പെടുന്നു. ഈ ഡെൽറ്റ സ്റ്റേറ്റിന്റെ പീക്ക് പ്രൊഡക്ടിവിറ്റി സ്റ്റേറ്റിനെ ഉപയോഗിക്കുന്നേയില്ല, മറിച്ച് അതിനെ തെറ്റായ തരത്തിൽ പ്രോഗ്രാം ചെയ്യുന്നു. എന്നിട്ട് ഇപ്പൊ കുട്ടി ചീത്തയായെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് അങ്ങനത്തെ മിസ്റ്റേക്സ് സംഭവിച്ചിട്ടില്ല എന്ന് ഞാൻ വിചാരിക്കണു. ഞാൻ ഈ പറയുന്നത് നിങ്ങളെക്കുറിച്ചല്ല കേട്ടോ, വേറെ ആരെയോ കുറിച്ചാണ് കേട്ടോ. അങ്ങനെ ചിന്തിച്ചാൽ മതിയേ, ഇല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ അവിടുന്ന് എന്നോട് ദേഷ്യപ്പെടും. ഓക്കെ, ഇനി അടുത്ത സ്റ്റേറ്റ് ഉണ്ട്, തീറ്റ സ്റ്റേറ്റ് ഉണ്ട്. ഈ തീറ്റ സ്റ്റേറ്റിലാണ് നമ്മുടെ ഇമാജിനേഷൻ, ഭാവനകളൊക്കെ വരിക. ഇതൊരു ഹിപ്നോട്ടിക് സ്റ്റേറ്റ് ആണ്. നിങ്ങൾ ഉറങ്ങിപ്പോകുമ്പോൾ സ്വപ്നമൊക്കെ കാണുന്ന സ്റ്റേറ്റ് ഇല്ലേ, ആ സ്റ്റേറ്റ് ആണ് ദാ ഇവിടെ. കുട്ടിയും ഈ സ്റ്റേറ്റിലുണ്ട്. അപ് ടു 6 years വരെ കുട്ടി ഈ സ്റ്റേറ്റിലാണ്. 2 സ്റ്റേറ്റും ഉണ്ട്, ഞാൻ ആദ്യം പറഞ്ഞ സ്റ്റേറ്റും ഉണ്ട്, ഈ സ്റ്റേറ്റും ഉണ്ട്. അപ്പോൾ ഞാനൊരു പദം പ്രയോഗിച്ചു, ഹിപ്നോസിസ് സ്റ്റേറ്റ്. ഒരു ഹിപ്നോ തെറാപ്പി ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് തെറാപ്പി ചെയ്യുക? അവരെ ബ്രെയിനെ ഈ പറയുന്ന സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോയിട്ട്, ആൽഫ തീറ്റ സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോയിട്ട് അവരുടെ റെസിസ്റ്റൻസ് കട്ട് ചെയ്തിട്ട്, ഒബ്ജക്ഷൻ ഒന്നും ഇല്ലാതെ അവരുടെ യുക്തിയൊക്കെ കട്ട് ചെയ്തിട്ട് നിങ്ങൾ പറയുന്ന കാര്യങ്ങളെ അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പ്രോഗ്രാം ചെയ്യപ്പെടും. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ കൊച്ചുകുട്ടികൾ ഈ പ്രായം വരെ ഈ സ്റ്റേറ്റിൽ മാത്രമാണെങ്കിൽ നിങ്ങൾ പറയുന്നത് എല്ലാം അവർ വിശ്വസിക്കും, അവർ കാണുന്നതും കേൾക്കുന്നതും എല്ലാം അവർ വിശ്വസിക്കും. ഈ സമയത്ത് നിങ്ങൾ അവർക്ക് എന്തൊക്കെയാ പറഞ്ഞു കൊടുത്തേ? ഈ സമയത്ത് അൺഫോർച്ചുനേറ്റ്ലി ഇപ്പൊ കുട്ടികളുടെ കൊടുക്കുന്നത് മൊബൈലാണ്. ആ മൊബൈലിൽ കാണുന്ന കാർട്ടൂൺസും അവൻ കാണുന്ന ഇത് വെച്ച് അവരാണ് ഇപ്പൊ കുട്ടികളെ പ്രോഗ്രാം ചെയ്യുന്നത്. പകരം ഐ അപ്രീഷിയേറ്റ് സാരഥി, നിങ്ങൾ അവിടെ ഈ സമയത്ത് കുട്ടികൾക്കായിട്ട് ഗുരുദേവനെ ഉള്ളിൽ കയറ്റാനായി പ്രത്യേക പ്രോഗ്രാമുകൾ ചെയ്യുന്നതിനെ ഐ അപ്രീഷിയേറ്റ് ദാറ്റ്. ബട്ട് എല്ലാ പേരൻറ്റും കുട്ടികളെ അങ്ങോട്ട് എത്തിക്കുന്നുണ്ടോ? ദാറ്റ്സ് മൈ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് കുട്ടിയെ പിടിക്കാനുള്ള സമയമാണ് ഈ 6 വയസ്സ് വരെ. ഈ സമയത്ത് ഇതാണ് ചെക്ക് ലിസ്റ്റ് കേട്ടോ. ഈ സമയത്ത് ഏറ്റവും ബെസ്റ്റ് കൊടുത്തോ, ഈ സമയത്ത് നിങ്ങളുടെ സമയത്തിൻ്റെ ഏറ്റവും ബെസ്റ്റ് കൊടുത്തോ, ഈ സമയത്ത് നിങ്ങളുടെ സ്നേഹത്തിൻ്റെ ഏറ്റവും ബെസ്റ്റ് കൊടുത്തോ, ഈ സമയത്ത് കുട്ടിക്ക് കിട്ടിയിരിക്കുന്ന എക്സ്പീരിയൻസുകൾ ഏറ്റവും ബെസ്റ്റ് ആയിരുന്നോ, അതാണ് ചെക്ക് ലിസ്റ്റ്. ഇനി അടുത്തൊരു ബ്രെയിൻ സ്റ്റേറ്റ് ഉണ്ട് കേട്ടോ, അതാണ് ആൽഫ സ്റ്റേറ്റ് എന്ന് പറയും. നിങ്ങൾ മെഡിറ്റേഷനൊക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ അനുഭവിക്കുന്ന സ്റ്റേറ്റ് ഇതാണ്, റിലാക്സ്ഡ് സ്റ്റേറ്റ്. ഇവിടെ നമുക്ക് പ്രോഗ്രാമിംഗ് സാധ്യമാണ്. ഈ കുട്ടിയുടെ 5 to 8 വയസ്സ് വരെ ഈ സ്റ്റേറ്റിലാണ്. ഇതാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യവും 9 വയസ്സിന് മുമ്പ് വരെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെ ഈ ബ്രെയിൻ സ്റ്റേറ്റ് വെച്ച്, ബ്രെയിൻ വേവ് സ്റ്റേറ്റ് വെച്ച് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് ആ സ്റ്റേറ്റ്. ഈ സ്റ്റേറ്റിൽ നമ്മൾക്ക് കുട്ടികളെ ഭംഗിയായി ക്യാരി ചെയ്യാൻ പറ്റിയോ, അവൻ്റെ ഫൗണ്ടേഷനൊക്കെ ഫോം ചെയ്യുന്ന, അവൻ്റെ ന്യൂറൽ നെറ്റ്വർക്കുകൾ ഫോം ചെയ്യുന്ന, അവൻ്റെ തലച്ചോറിൽ പുതിയ പാത്വേസ് ഫോം ചെയ്യുന്ന ആ പാത്വേകൾ നല്ലതാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും പേരൻ്റൽ സ്ട്രെസ് ഉണ്ടാവില്ല. കാരണം എന്താ, അവന് ഏറ്റവും ബെസ്റ്റ് ആവാൻ വേണ്ടി നമ്മളവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. അപ്പം നിങ്ങളുടെ കുട്ടിക്ക് ഇനിയും കുറച്ച് പ്രായമായി പോയിട്ടുണ്ടെങ്കിൽ ഈ ചാൻസ് ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ലയോ? ഇനി ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ആർക്കും, ദൈവം തമ്പുരാന് പോലും പാസ്റ്റ് ലൈഫിൽ പോയിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ കിടന്ന് അതിനെതിരെ പ്രസംഗിച്ചുകൊണ്ട് ഒരു കാര്യമില്ല. നമുക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പൊ കുട്ടി പഠിക്കാനിരിക്കുന്ന ഈ സ്റ്റേറ്റ് ഉണ്ടല്ലോ, ഈ 9 വയസ്സ് മുതൽ മേളിലേക്കാണ് അവൻ ഈ ബീറ്റ വേവ്സ്. ഇപ്പൊ നമ്മൾ നിങ്ങൾ എൻ്റെ ക്ലാസ് കേട്ടോണ്ടിരിക്കുന്നു, നിങ്ങളുടെയൊക്കെ ബ്രെയിൻ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ബീറ്റ സ്റ്റേറ്റിലായിരിക്കും നമ്മുടെ ബുദ്ധി, യുക്തി എല്ലാം ഉള്ള സ്റ്റേറ്റ്. എന്നാൽ ഈ സ്റ്റേറ്റിന്റെ സ്വഭാവം തീരുമാനിക്കുന്നത് ഉപബോധത്തിൽ എന്ത് കിടക്കുന്നു എന്നുള്ളതാണ്. ഉപബോധത്തിൽ പ്രോഗ്രാം ചെയ്യാൻ പറ്റിയ സമയത്ത് നമുക്കത് ചെയ്യാൻ പറ്റിയാൽ നല്ലത്, ഇല്ലെങ്കിൽ സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. നമുക്ക് ഇനിയും സമയമുണ്ട്. എങ്ങനെയാണെന്നറിയോ? എന്തുകൊണ്ടാന്ന് പറയട്ടെ. ഈ കുട്ടിക്ക് ബ്രെയിനിൽ ന്യൂറൽ നെറ്റ്വർക്ക്സ് ഫോം ചെയ്യുന്ന ഞാൻ പറഞ്ഞു. നമ്മുടെ ബ്രെയിനിന്റെ സ്ട്രക്ചർ എടുത്തു കഴിഞ്ഞാൽ അതിൽ നമ്മൾ ഏറ്റവും പണ്ട് പാറ്റയും പല്ലിയും ഒക്കെ ഉരകങ്ങളായിരുന്നൊരു ബ്രെയിൻ ഉണ്ട്, റെപ്റ്റേലിയൻ ബ്രെയിൻ ഉണ്ട്. ഈ റെപ്റ്റേലിയൻ ബ്രെയിനിന്റെ പുറത്തേക്കാണ് മാമേലിയൻ ബ്രെയിൻ വന്നത്, ഇമോഷണൽ ബ്രെയിൻ വന്നത്, ലിംബിക് സിസ്റ്റം വന്നത്. ഈ ലിംബിക് സിസ്റ്റത്തിലാണ് അമിഗ്ഡാല എന്ന് പറയുന്ന ഒരു പോഷൻ കിടക്കുന്നത്, അമിഗ്ഡാല. ഈ അമിഗ്ഡാലയിലാണ് വികാരങ്ങളുടെ കേന്ദ്രം, അമിഗ്ഡാല.
ഈ വികാരങ്ങളുടെ കേന്ദ്രത്തിൽ സന്തോഷം കിട്ടുന്ന എന്ത് കാര്യത്തിനും നമ്മളെല്ലാവരും പ്രാധാന്യം കൊടുക്കും. ഒരു കുട്ടി മൊബൈൽ കളിക്കുമ്പോൾ ഈ അമിഗ്ഡാലയിലേക്ക് ഹാപ്പിനെസ് ഹോർമോൺ വന്ന് വീഴുന്നത് കൊണ്ടാണ് അവൻ മൊബൈൽ പിടിച്ചു മേടിക്കുമ്പോൾ ഒച്ചയെടുക്കുന്നത്. പുസ്തകത്തേക്കാൾ കൂടുതൽ അവൻ മൊബൈൽ ഇഷ്ടപ്പെടുന്നത്, വായിക്കുന്നതിനേക്കാൾ കൂടുതൽ അവൻ ഗെയിം കളിക്കാൻ ഇഷ്ടപ്പെടുന്നത് ഈ വികാരങ്ങളുടെ കേന്ദ്രത്തിലെ ഉത്തേജനങ്ങൾ കൊണ്ടാണ്. അതിന് മേളിലൊരു ബ്രെയിൻ ഉണ്ട്, ഏറ്റവും അവസാനം ഫോം ചെയ്യപ്പെട്ട പ്രിഫ്രണ്ടൽ കോർട്ടക്സ്. ഈ പ്രിഫ്രണ്ടൽ കോർട്ടക്സ് ആണ് മനുഷ്യന്റെ ബുദ്ധിയുടെ ഒക്കെ വിവേചനങ്ങൾ, യുക്തി. ഇപ്പൊ നിങ്ങൾക്ക് സ്ട്രെസ്സിനെ കുറിച്ചാണുള്ള വിഷയം. നല്ല സ്ട്രെസ് വന്നിരിക്കുകയാണ്, നിങ്ങളിങ്ങനെ കത്തി തീർന്നിരിക്കുമ്പോൾ ആരെങ്കിലും വന്ന് നിങ്ങളെ വീണ്ടും പ്രകോപിപ്പിച്ചാൽ ചിലപ്പോൾ നിങ്ങൾ കയ്യിലിരിക്കുന്ന ഫോൺ എടുത്ത് ഒരൊറ്റ എറിയും, അല്ലേ? ഭിത്തിയിലേക്ക് എറിഞ്ഞു പൊട്ടിക്കും. ശരിക്കും ഇപ്പോഴത്തെ ഫോണിൻ്റെ ഒക്കെ വില ഒരു ഐഫോൺ ആണെങ്കിൽ ചുരുങ്ങിയത് 1 ലക്ഷം രൂപ കൊടുക്കണ്ടേ? നിങ്ങൾക്കറിയില്ലേ, 1 ലക്ഷം രൂപ വലിയൊരു തുകയാണ്. ഇത് പൊട്ടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ മുടക്കണം. എന്നിട്ടും എന്തേ ആൾക്കാർ പൊട്ടിക്കുന്നു? എന്നിട്ടും എന്തേ ആളുകൾ കൊണ്ട് തല കൊണ്ട ഭിത്തിയിലിടിക്കുന്നു? എന്നിട്ടും എന്തേ കൈയെടുത്ത് നെഞ്ചത്തിട്ട് ആഞ്ഞിടിക്കുന്നു? അതെല്ലാം ഈ വികാരത്തിൻ്റെ ബ്രെയിൻ്റെ സ്വഭാവമാണ്. ഈ വികാരത്തിൻ്റെ ബ്രെയിൻ്റെ സ്ഥാനത്ത് നമുക്ക് വിവേകത്തിൻ്റെ ബ്രെയിൻ ആക്റ്റീവ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ചിന്തയൊക്കെ വരും. പക്ഷെ പലപ്പോഴും എന്താണെന്നറിയോ, നിങ്ങൾ ബേൺ ഔട്ട് ആയിരിക്കുമ്പോൾ, നിങ്ങൾ സ്ട്രെസ്ഡ് ആയിരിക്കുമ്പോൾ ഈ ഫ്രണ്ട് ഭാഗം വർക്ക് ചെയ്യില്ല. കുട്ടികളെ സംബന്ധിച്ചാണെങ്കിൽ ഒരു 25 വയസ്സുകൊണ്ടാണ് ഇതെല്ലാം പൂർത്തിയാവുക. അതുകൊണ്ടാണ് അവൻ എടുക്കുന്ന പല തീരുമാനങ്ങളും ഇമ്മച്യൂർഡായി പോകുന്നത്. 17ാമത്തെ വയസ്സിലും 18ാമത്തെ വയസ്സിലും ഒക്കെ നിങ്ങൾ കുട്ടികളോട് നല്ല കാര്യങ്ങൾ പറയുമ്പോഴും കുട്ടികൾ അതൊന്നും കേൾക്കാതെ വേറെ എന്തൊക്കെയോ അവർ അഭിപ്രായം പറയില്ലേ? അപ്പം നിങ്ങൾക്കറിയാം അത് തെറ്റാണ്. എന്നിട്ടും അവനെന്താ മനസ്സിലാകുന്നറിയാവോ? അവൻ്റെ ഈ ബ്രെയിൻ സെൻറ്റർ മെച്ചുവേർഡ് ആയിട്ടില്ല. അതൊരു 25 വയസ്സ് വരെ എടുക്കും. അപ്പം നമുക്ക് ഈ സമയത്തും പ്രവർത്തിക്കാനുണ്ട്, ഈ സമയത്ത് നമുക്ക് പ്രവർത്തിക്കാനുണ്ട്. അപ്പോൾ ഉപയോഗിക്കാത്ത, മോശമായി പ്രോഗ്രാം ചെയ്യപ്പെട്ട ഒരു ബ്രെയിൻ കുട്ടിയുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ് അവൻ്റെ റിയാക്ഷൻസ് എല്ലാം ഇതേപോലെ ആവുന്നതും നിങ്ങൾക്ക് ഈ പറയുന്ന സ്ട്രെസ് അനുഭവിക്കേണ്ടി വരുന്നതും. അപ്പോൾ മൂല കാരണം കിടക്കുന്ന അവിടെയാണെങ്കിൽ നിങ്ങൾ അവിടെ കുറച്ച് വർക്ക് ചെയ്യാൻ പറ്റിയാൽ നിങ്ങൾക്ക് കുറേ ഫ്രീ ആവും. ഒരു നല്ല കുട്ടി വീട്ടിലുണ്ടെങ്കിലോ, ഐ റിപ്പീറ്റ്, മക്കളെല്ലാം നല്ലതാണ്. ഇങ്ങനെ നമ്മൾക്ക് ചില സിറ്റുവേഷൻസിലൂടെ അവർ കടന്നു പോകേണ്ടി വരുന്നത് കൊണ്ട് അവരതിൻ്റെ ആ പ്രോഗ്രാമിൻ്റെ റിഫ്ലക്ഷൻ കാണിക്കുന്നു. അത് നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല, ഇടിയും ബഹളവും. ഇതാണ് സംഭവം. അപ്പോൾ അതിൽ കൂടി നിങ്ങൾക്ക് എന്തെങ്കിലും വർക്ക് ചെയ്യാൻ പറ്റിയാൽ ശാശ്വതമായി നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കപ്പെടും. പിന്നെ പ്രശ്നം കിടക്കുന്നത് നിങ്ങളുടെ ജോലി സ്ഥലത്താണ്, നിങ്ങളുടെ വർക്ക് പ്ലേസിലാണ്. നിങ്ങൾ ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ, നിങ്ങൾ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ. ഇനി എന്ത് ടെൻഷനും ആയിട്ടാണ് നിങ്ങളുടെ വന്നിരിക്കുന്നതെങ്കിലും ഈ സെഷൻ കഴിയുമ്പോൾ നിങ്ങളൊരു 100 കിലോ ടെൻഷൻ കൊണ്ടാണ് വന്നിരിക്കുന്നതെങ്കിൽ ഞാനതൊരു 5 കിലോ ആക്കി തരും, പോരെ? ബാക്കി 95 ഈ സെഷൻ കഴിയുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യും? എടുത്തു കളയും. അതെൻ്റെ വാക്ക് കേട്ടോ. ഞാൻ മുന്നോട്ട് പോയിക്കോട്ടെ? ശരി. Yes, yes. എന്തൊക്കെയാണ് കുട്ടികളെ പുറകോട്ട് വലിക്കുന്നത്? ഒന്ന് പാസീവ് ലേണിംഗ്. അവർ ഗെയിം കളിക്കുന്ന അത്ര താല്പര്യത്തോടെ എന്ത് ചെയ്യുന്നില്ല? പഠിക്കുന്നില്ല. ഒരു ആക്റ്റീവ് എൻഗേജ്മെൻ്റ് ഇല്ല. ഒരു ഗെയിം കളിക്കാനാണ് അവൻ എന്ത് ചെയ്യും? ചാടി ഓടി കിടന്ന് കളിക്കും, അല്ലേ? പക്ഷെ പഠിക്കുന്ന സമയത്ത് അവൻ ക്യാഷ്വലായിട്ട് വായിച്ചു പോകുന്നു. പിന്നെയോ തത്തമ്മയെ പൂച്ച പോച്ച പോലെ ഓർമ്മിക്കാൻ നോക്കുന്നു. അവനും സ്ട്രെസ്സുണ്ട്, അവനും ടെൻഷനുണ്ട്. പിന്നെയോ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, ഡിജിറ്റൽ ഓവർലോഡ്. സ്ക്രോളിങ്, ഇൻസ്റ്റ, റീൽസ്, ഗെയിംസ്. ഇന്നേ വരെ ആരും ഫേസ്ബുക്കിൻ്റെ അടുത്തിട്ട് കണ്ടിട്ടില്ല, എന്നിട്ട് നമ്മളിരുന്നിങ്ങനെ തോണ്ടാണ്. അപ്പോൾ ഇവിടെ ഞാൻ ചെക്ക് ലിസ്റ്റുകൾ തരാമെന്ന് പറഞ്ഞു. നമ്മളെല്ലാവരും കുട്ടികളോട് പറയുന്നു, പഠിക്കടാ 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 പഠിക്കടാ. ഇത് പഠിക്കുമ്പോഴൊക്കെ സ്റ്റോർ ആവുന്നവൻ്റെ ബ്രെയിൻ അല്ലേ? നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട് 30 മില്യൺ ന്യൂറോൺസ് ഉണ്ട് ഒരു കുട്ടിയുടെ ബ്രെയിനിൽ. അതെല്ലാം തുറന്നു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലെ എല്ലാ ഡേറ്റയും അതിനകത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റും. എന്നിട്ട് നിങ്ങൾ അവർക്ക് നല്ല പുസ്തകങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നു, നല്ല സ്കൂളിൽ വിടുന്നു, ട്യൂഷൻ കൊടുക്കുന്നു. ഇതെല്ലാം പുറമെ അവൻ്റെ ബ്രെയിനിൻ്റെ മാക്സിമം ഔട്ട്പുട്ട് എടുക്കാൻ എന്താണ് ചെയ്യുന്നത്? ആരെങ്കിലും ഒന്ന് കമൻറ്റ് ഇടാവോ? നിങ്ങളുടെ കുട്ടിയുടെ ബ്രെയിനിൻ്റെ മാക്സിമം എടുക്കാൻ വേണ്ടിയിട്ട്, ബിൽഡിങ് എ മാക്സ് ബ്രെയിൻ കോൺസെപ്റ്റിന് വേണ്ടിയിട്ട്
നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഇപ്പം ജിമ്മിൽ പോയാൽ ശരീരം വെക്കുന്ന പോലെ നിങ്ങൾ എത്ര പേർ കുട്ടികൾക്ക് ബ്രെയിൻ ഡെവലപ്പ് ചെയ്യാനുള്ള ജിമ്മ് കൊടുത്തിട്ടുണ്ട്? നല്ല ഭക്ഷണം, ബ്രെയിൻ ഫുഡ് കൊടുത്തിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് മെഡിറ്റേഷൻ, യോഗ, മെഡിറ്റേഷൻ, ആൽഫ സ്റ്റേറ്റിക് കൊടുത്തിട്ടുണ്ട്. നല്ല വെരി ഗുഡ്, വെരി ഗുഡ്. അതിനപ്പുറത്തേക്ക് അപ്പോഴും മാക്സ് ബ്രെയിൻ എത്തുന്നുണ്ടോ? ബ്രെയിൻ്റെ മാക്സ് എത്തുന്നുണ്ടോ? നമ്മുടെ ആഗ്രഹം എന്താ? നമ്മുടെ മോൻ ഏറ്റവും മികച്ചതാവണം. ഏറ്റവും മികച്ചതാണെങ്കിൽ അവൻ ഏറ്റവും മികച്ച ബ്രെയിൻ വേണം. അവന് മാക്സ് ബ്രെയിൻ എത്തിക്കുന്നുണ്ടോ? അവിടെയാണ് ഞാൻ കാണിച്ച ചാർട്ടിലെ നല്ല അഞ്ചാമത്തെ. കുടുംബാന്തരീക്ഷം സാറേ. ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓൾ ഓക്കെ. എങ്കിലും ഇതെല്ലാം മാക്സ് ബ്രെയിൻ എത്തിക്കുമോ? മാക്സ് ബ്രെയിൻ എന്താണെന്നറിയോ? ഞാൻ പറഞ്ഞു ന്യൂറോ സയൻസ് ബേസ്ഡ് ആണെന്ന് പറഞ്ഞു. ഞാൻ കാണിച്ച ബ്രെയിൻ വേവിൻ്റെ ചാർട്ടിലെ നിങ്ങൾ ശ്രദ്ധിക്കാതെ പോയ ഒരു സ്റ്റേറ്റ് ഉണ്ട്. അതാണ് ഗാമ ബ്രെയിൻ വേവ് സ്റ്റേറ്റ്. ഈ ഗാമ ബ്രെയിൻ വേവ് സ്റ്റേറ്റിലേക്ക് ഒരു കുട്ടിയുടെ ബ്രെയിനിലെത്തിയാനുള്ള പ്രത്യേകത എന്നാണെന്നറിയാവോ? പീക്ക് പെർഫോമൻസ്, ഹയർ കോൺസെൻട്രേഷൻ. നിങ്ങൾ എത്ര പേര് നിങ്ങളുടെ മക്കളെ ഗാമ ബ്രെയിൻ വേവ് സ്റ്റേറ്റിലേക്ക് സയൻറ്റിഫിക്കായി എത്തിക്കുന്നതിനെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്? ദാറ്റ്സ് മൈ ക്വസ്റ്റ്യൻ. മെഡിറ്റേഷനിൽ കോൺസെൻട്രേഷൻ കിട്ടുമല്ലോ സർ. മെഡിറ്റേഷനിൽ നേരെ ആൽഫ തലത്തിലേക്കാണ് പോകുന്നത്. ഈ ഗാമ സ്റ്റേറ്റിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 30 to 100 ഹെർട്സ് ആണ്. മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ ആൽഫ തലത്തിൽ പോകുമ്പോൾ 13-ൽ നിന്ന് 8-ലേക്കാണ് വരിക. ഈ സമയത്തുള്ളതും കോൺസെൻട്രേഷനാണ്, പീക്ക് പ്രൊഡക്ടിവിറ്റി അല്ല. അപ്പോൾ കണ്ടോ, നമ്മളേത് പഠിച്ചിട്ടില്ല, നമുക്കും ആരും ഇത് പറഞ്ഞു തന്നിട്ടുമില്ല. പക്ഷേ നമ്മുടെ മക്കൾക്ക് ഈ അവസരം കൊടുത്താലോ ബെസ്റ്റ് ആയിരിക്കും. ഇനി ബ്രെയിൻ മാത്രം വലുതായ മതിയോ? പോരാ. ഓർമ്മശക്തി, മെമ്മറി പവർ, അവൻ്റെ ഇപ്പോഴത്തെ മെമ്മറിയെ 10 ഇരട്ടിയാക്കാൻ നിങ്ങൾ അവർക്ക് എന്ത് പരിശീലനം കൊടുത്തു? പഠിക്കടാ നല്ല മാർക്ക് വാങ്ങടാ എന്ന് പറയുന്നുണ്ടല്ലോ, ഉപദേശിക്കുന്നുണ്ടല്ലോ, തല്ലുന്നുണ്ടല്ലോ, വഴക്കിടുന്നുണ്ടല്ലോ. എൻ്റെ മക്കൾ ഡിസർവ് ചെയ്യുന്ന ഈ സാധനം നിങ്ങൾ മക്കൾക്ക് കൊടുത്തോ? ഇതാണ് എൻ്റെ ചോദ്യം. അതാ ഞാൻ പറയുന്നത്, ഇത് നിങ്ങളെ ഉദ്ദേശിച്ച് പറയുന്നതല്ല, വേറെ ആരും ഉദ്ദേശിച്ച് പറയുന്നതാണ് കേട്ടോ. അങ്ങനെ കരുതാവുള്ളേ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെടില്ല, എന്നോട് ദേഷ്യം വരും. നിങ്ങളെ കുറ്റപ്പെടുത്തുകയല്ല, ഇത് നമുക്കുള്ള വഴികളാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നമ്മൾ ഇന്ന് പഠിക്കുന്ന മെത്തേഡുകളിൽ കുട്ടികൾ പഠിക്കുന്ന 3 തരം. VAK, വിഷ്വൽ, ഓഡിറ്ററി, കിനസ്തറ്റിക്. നിങ്ങൾ എത്ര പേര് കുട്ടികളുടെ ഈ പഠന രീതി, എൻ്റെ കുട്ടി ഓഡിറ്ററി ആണോ, വിഷ്വൽ ആണോ, കിനസ്തറ്റിക് ആണോ നോക്കിയിട്ടുണ്ട്? പഠിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാകണമെന്ന് പറയുന്നു. മനസ്സിലാകണമെങ്കിൽ മനസ്സിൽ ആകണം. 5 വർഷം മുമ്പ് നിങ്ങൾ കണ്ട സിനിമയുടെ കഥ ചോദിച്ചാൽ നിങ്ങൾ പറയില്ലേ? കുട്ടികൾ പറയില്ലേ? പറയും. ഇപ്പോഴും ഞാൻ ചോദിക്കുകയാണ്, കിലുക്കം സിനിമയിൽ ആരാണ് ശരിക്കും രേവതിയുടെ അച്ഛനെന്ന് ചോദിച്ചാൽ നിങ്ങൾ ആലോചിക്കാതെ പറയും മുരളിയാണ്. ഈ സിനിമ നിങ്ങൾ കാണാതെ പഠിക്കാൻ പോയതല്ല. നമ്മൾ ആരും സിനിമ കാണാതെ പഠിക്കാനല്ല. പക്ഷേ ഈ സിനിമ നമ്മുടെ മനസ്സിൽ ആയി. ഇനി മാർക്കിൻ്റെ രഹസ്യം എന്താണെന്നറിയോ? അത് RRR ആണ്. RRR, രജിസ്ട്രേഷൻ, റീടെൻഷൻ, റീകോൾ. പഠിക്കുന്ന കാര്യങ്ങൾ കുട്ടികളുടെ മനസ്സിൽ രജിസ്റ്റർ ആവണം. ഈ സിനിമ നമ്മുടെ മനസ്സിൽ രജിസ്റ്ററായി, മനസ്സിലായി. പിന്നെയോ റീടെൻഷൻ, പരീക്ഷ വരെ ഈ പഠിച്ച കാര്യം ഓർത്തു വെക്കണം. നോക്കൂ, കിലുക്ക സിനിമ നിങ്ങൾ പണ്ട് നാട്ടിൽ വന്നപ്പോൾ കണ്ടത് 20 വർഷമായി കാണും. ആ 20 വർഷം കഴിഞ്ഞും ഇത്രയും നാളത് മനസ്സിൽ റീറ്റെയിൻ ചെയ്തത് കൊണ്ടല്ലേ നിങ്ങൾ ഇപ്പോൾ 3ാമത്തെ R റീകോൾ ചെയ്യാൻ പറ്റിയത്. അപ്പോൾ രജിസ്ട്രേഷനും റീടെൻഷനും റീകോളും ഒരു സിനിമ കാണുമ്പോൾ എന്തുകൊണ്ട് സംഭവിക്കുന്നു, കുട്ടികൾ പഠിക്കാനിരിക്കുമ്പോൾ എന്തുകൊണ്ട് സംഭവിക്കുന്നില്ല? ചിന്തിച്ചിട്ടുണ്ടോ? ഇതിനൊക്കെയല്ലേ നമ്മൾ ഉത്തരം കൊടുക്കേണ്ടത്. അങ്ങനെയെങ്കിൽ കുട്ടികളുടെ മനസ്സിൻ്റെ ഭാഷയിലേക്ക് പഠിക്കുന്ന രീതിയിലുള്ളൊരു പഠന രീതി നമ്മൾ നമ്മുടെ കുട്ടികളെ പരിശീലിപ്പിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഈ സിനിമ ഓർത്തു വെക്കുന്ന പോലെ കുട്ടികൾ പഠിക്കുന്ന പാഠങ്ങൾ രജിസ്റ്റർ ചെയ്യും, പരീക്ഷ വരെ റീറ്റെയിൻ ചെയ്യും, പരീക്ഷാ ഹാളിൽ പോയിട്ട് റീകോൾ ചെയ്യും, പേടികൂടാതെ എഴുതും. അപ്പോൾ നിങ്ങൾ ഹാപ്പിയാവും, നിങ്ങൾക്ക് സ്ട്രെസ് ഉണ്ടാവില്ല. ഇനി കുട്ടിക്ക് നല്ല ബുദ്ധിയുണ്ട്, നല്ല മെമ്മറി ഉണ്ട്, അവന് പേടിയുണ്ടെങ്കിലോ, അവന് മനസ്സിന് ധൈര്യം ഇല്ലെങ്കിലോ,
അവൻ ചെറുപ്പത്തിൽ എന്തോ കണ്ടോ പേടിച്ചിട്ട് അവന് ഫോബിയാസ് ഉണ്ടെങ്കിലോ? കുട്ടികൾക്ക് പല ഫോബിയാസ് ഉണ്ടാവും. ഈ ഫോബിയൊക്കെ വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ഈ ലിംബിക് സിസ്റ്റത്തിൻ്റെ വികാരത്തിൻ്റെ പ്രശ്നമാണ്. അവിടുത്തെ ബ്രെയിനിൽ ആ ലിംബിക് സിസ്റ്റം ഈ വികാരത്തെ ഉത്തേജിപ്പിച്ചാൽ അവൻ പേടിക്കും. പലതരത്തിലുള്ള പേടിയുണ്ട്. എക്സാം ആങ്സൈറ്റി ഉണ്ട്. പല കുട്ടികൾക്കും പരീക്ഷ വരുമ്പോൾ പേടിയുണ്ട്. ആരുടെയെങ്കിലും മക്കൾക്ക് അങ്ങനത്തെ പ്രശ്നമുണ്ടോ? എക്സാം ഹാളിൽ എത്തുമ്പോൾ ഒരു സ്ട്രെസ്, ടെൻഷൻ ഉള്ളതായിട്ട് അറിയാവോ? ഒന്ന് പറയാവോ ഉണ്ടെങ്കിൽ? നിങ്ങൾ പറയാത്തതാണോ അതോ അറിയാത്തതാണോ? ഇനി ഫിയർ ഓഫ് പബ്ലിക് സ്പീക്കിംഗ്. ചില കുട്ടികൾക്ക് പൊതുവേദിയിൽ സംസാരിക്കാൻ പേടിയുണ്ടാവും. ഫിയർ ഓഫ് ഫെയില്യുവർ, തോറ്റു പോകുമോ എന്ന പേടി. ഇപ്പം ഞാൻ പറയാറുണ്ട്, SLCക്ക് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ പത്രം വായിക്കില്ല. എന്നാണെന്നറിയോ? ഈ കേരളത്തിൽ 2-3 കുട്ടികളെങ്കിലും അബദ്ധം കാണിച്ചിട്ടുണ്ടാവും. ട്രെയിനിൻ്റെ മുന്നിലോ അല്ലെങ്കിൽ കെട്ടിത്തൂങ്ങിയോ വിഷം കഴിച്ചോ ഒക്കെ എന്തെങ്കിലുമൊക്കെ ഈ പൊട്ടക്കുട്ടികൾ, പാവങ്ങൾ. ഇനി സോഷ്യൽ ഫിയർ ആൻഡ് റിജക്ഷൻ, പൊതുവേദിയിൽ വരാതിരിക്കുക, ആൾക്കാരുടെ വെട്ടത്ത് വരാതിരിക്കുക. അങ്ങനെ ഇനി ചില കുട്ടികൾക്ക് ഉയരത്തെ പേടിയുണ്ട്, ചില കുട്ടികൾക്ക് ശബ്ദത്തെ പേടിയുണ്ട്, ചില കുട്ടികൾക്ക് പാറ്റയും പല്ലിയും പേടിയുണ്ട്, ചില കുട്ടികൾക്ക് ഇരുട്ടിനെ പേടിയുണ്ട്. അപ്പോൾ അവന് ഈ ധൈര്യമില്ലെങ്കിലും അവന് പെർഫോം ചെയ്യാൻ പറ്റില്ല. ആസ് എ പേരൻറ്റ് നമ്മൾ എന്താ ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട്? അതിൻ്റെ റൂട്ട് കാരണങ്ങൾ കണ്ടെത്തണം. അവൻ്റെ വിശ്വാസത്തിൻ്റെ പ്രമാണങ്ങളെ മാറ്റി എഴുതണം. അവന് ധൈര്യം ആങ്കർ ചെയ്ത് കൊടുക്കണം. നമുക്കത് സാധ്യമാണ്. അങ്ങനെയെങ്കിൽ അവൻ എന്തു ചെയ്യും? അവൻ വിവേകാനന്ദൻ പറഞ്ഞതുപോലെ ഉണരും, പ്രവർത്തിക്കും. നമ്മുടെ മക്കൾ അങ്ങനെയല്ലേ വേണ്ടേ? ഇനി നിങ്ങളുടെ സ്ട്രെസ്സിന് പ്രധാനപ്പെട്ടൊരു കാരണം എന്ന് പറയുന്നത് കുട്ടികൾക്ക് ഫോക്കസ് ഇല്ല, ഫോക്കസ് പവർ ഇല്ല. കളിക്കാൻ നല്ല ഫോക്കസ് പവർ ഉണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഏറ്റവും ലേറ്റസ്റ്റ് സ്റ്റഡി റിപ്പോർട്ട് അറിയാവോ? 17 സെക്കൻഡ് ആയിരുന്നു. നമ്മൾ കഴിഞ്ഞ വർഷം സംസാരിക്കുമ്പോൾ 17 സെക്കൻഡ് ആയിരുന്നു അറ്റൻഷൻ സ്പാൻ. ഇന്ന് അത് 8 സെക്കൻഡായിട്ട് ചുരുങ്ങിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ റീൽസ് ഒക്കെ ചെറുതാണ്. കാരണം എന്താ? കുട്ടികൾക്ക് ഒന്നിനും അങ്ങനെ കോൺസെൻട്രേഷൻ ഇല്ല. അവർ പെട്ടെന്ന് പോകും. ഈ 8 സെക്കൻഡ് കോൺസെൻട്രേഷൻ പവറുമായിട്ട് പഠിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ പഠിക്കാൻ പറ്റുമോ? ഒന്ന് ചിന്തിച്ച് നോക്കിയേ. അപ്പോൾ നമ്മൾ അവരുടെ കോൺസെൻട്രേഷൻ പവർ ഉയർത്തി കൊടുക്കണം. ഇപ്പം നേരത്തെ പറഞ്ഞ മെഡിറ്റേഷൻ ഇല്ലേ? നിങ്ങൾ കുട്ടികൾ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ വെരി ഗുഡ്, ഐ അപ്രിഷ്യേറ്റ് യു. മെഡിറ്റേഷൻ ചെയ്യുന്ന കുട്ടികളുടെ കോൺസെൻട്രേഷൻ പവർ കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഗുണമുണ്ട്. നിങ്ങളിപ്പോൾ യോഗ ചെയ്യിക്കുന്നുണ്ടെങ്കിൽ അതിനും അപ്പുറത്തേക്ക് ഫോക്കസ് ടൂളുകളുണ്ട്. നമുക്ക് ലേസർ ഫോക്കസ് ടെക്നിക്ക് ഉപയോഗിച്ച് ഒരു കുട്ടി തല കുനിച്ച് പുസ്തകത്തിൽ നോക്കിയാൽ പിന്നെ പഠിച്ചിട്ടേ എഴുന്നേക്കാവൂ എന്ന തരത്തിൽ അവൻ്റെ ബ്രെയിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ട്യൂൺ ചെയ്യാൻ പറ്റും. എന്നാൽ അവൻ്റെ ചുറ്റും നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലത്തെ കുറേ കാര്യങ്ങളില്ലേ, ശാന്തമായ അന്തരീക്ഷം, അതൊക്കെ ഒരുക്കി കൊടുക്കുന്നതുകൊണ്ട് നല്ലതാണ്. എന്നാൽ അവൻ്റെ ചുറ്റും നോയ്സുകളാണ്. സോഷ്യൽ മീഡിയ നോട്ടിഫിക്കേഷൻസ്, ഈ ഷോർട്ട് ടൈം വീഡിയോ അഡിക്ഷൻ, മൾട്ടി ടാസ്കിങ് ഹാബിറ്റുകൾ, സ്ലീപ്പ് അല്ലേ, ഉറക്കമില്ലെന്ന പിള്ളേർക്ക്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ ബോഡി റിപ്പയർ ചെയ്യുന്നതും ഇവൻ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യുന്നതൊക്കെ ഈ ബ്രെയിൻ വേവിൻ്റെ ഏറ്റവും ഡീപ്പർ സ്റ്റേറ്റിലാണ്. ആ സ്റ്റേറ്റിലേക്ക് പോകണമെങ്കിൽ ആഴത്തിലുള്ള ഉറക്കം കിട്ടണം. ഇന്ന് കുട്ടികൾ നിങ്ങൾ ഉറങ്ങാൻ കിടന്നാലും അവർ പുതപ്പിനടിയിൽ ഫോൺ വെച്ച് ഇത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിത് കൃത്യമായിട്ട് പറയാൻ കാരണം ആയിരക്കണക്കിന് 10,000-കണക്കിന് കുട്ടികളുടെ കേസുകൾ, ഏതാണ്ട് 100ഓളം സ്കൂളുകളുടെ മെൻറ്ററാണ് ഞാൻ കേരളത്തിൽ. അപ്പോൾ ഈ സ്കൂളുകളിലേക്ക് ആയിട്ട് എത്ര കുട്ടികൾ പഠിക്കുന്നുണ്ടാവും? ഇവരുടെ ഒക്കെ പ്രശ്നങ്ങൾ ഒരു മെൻറ്റർക്കാണ് വരിക. മെൻറ്ററാണ് സൈക്കോളജിസ്റ്റുകളേക്ക് എന്ത് ചെയ്യുക? ഗൈഡ് ചെയ്യുക. സൈക്കോളജിസ്റ്റ് വേണോ, സൈക്കാട്രിസ്റ്റ് വേണോ? വളരെ ഹൊറിബിളായ ഒരു വീഡിയോ എൻ്റെ ഫോണിലുണ്ട്. വളരെ ഹൊറിബിളാണ്. ആ വീഡിയോ എൻ്റെ ഫോണിലും ഈ കുട്ടിയുടെ അച്ഛൻ്റെ ഫോണിലും ഉള്ളൂ. അവൻ +2 പഠിക്കുകയാണ്. കഴിഞ്ഞ 6 മാസമായിട്ട് അവൻ സ്കൂളിൽ പോയിട്ടില്ല. ഇവിടെ കൊണ്ടുവരുമ്പോൾ അവൻ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ അന്ന് രാത്രി, തലേദിവസം രാത്രി 2 മണി മുതൽ അവൻ സംസാരിക്കാൻ തുടങ്ങിയാണ്. ക്രിസ്ത്യാനോ റൊണാൾഡോ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാടാ, അച്ഛാ ക്ഷമിക്കണേ, ഞാൻ തെറ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ഞാൻ അവനെ ചേർത്ത് കെട്ടിപ്പിടിക്കുമ്പോഴൊക്കെ അവൻ അടങ്ങിയിരിക്കുന്നുണ്ട്. ഇടയ്ക്ക് വെള്ളം കുടിക്കുന്നുണ്ട്, ഇടയ്ക്ക് വൊമിറ്റ് ചെയ്യുന്നുണ്ട്. അവൻ ഏറ്റവും വേണ്ടത് അവൻ്റെ റിലാക്സേഷൻ ആയിരുന്നു. ഒരു സൈക്കാട്രിക് ഹോസ്പിറ്റലിലേക്ക് അവനെ അഡ്മിറ്റ് ചെയ്തു. അവിടെ അവരവനെ റിലാക്സ് ചെയ്യിച്ചു. ഒരു
1 to 2 weeks ട്രീറ്റ്മെൻറ്റ് കൊടുത്തു. കഞ്ചാവിൻ്റെ ആ അത് ഭ്രാന്തിൻ്റെ ഈ കഞ്ചാവിന് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. കഞ്ചാവ് സ്ഥിരം വന്നു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞ് ഒരു പിടുത്തം വിട്ടാൽ അത് സൈക്കോസിസിൽ അതിൻ്റെ ബിഗിനിങ് സ്റ്റേജിലാണ് ആളെത്തിയത്. കൃത്യമായിട്ട് ആ കുട്ടിക്ക് അങ്ങനെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ പറ്റിയത് കൊണ്ട് ഇന്നിപ്പോൾ അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവരെ നേരെ അവർ തൊടുപുഴ ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ചെയ്ത് തിരുവനന്തപുരത്ത് അവൻ്റെ അമ്മയുടെ അനിയത്തിനെ വീട്ടിൽ കൊണ്ട് നിർത്തുകയാണ്, ഇവിടുത്തെ കൂട്ടുകെട്ടിൽ നിന്ന് വിടിയിക്കാനായിട്ടാണ്. അപ്പോൾ ഇത്തരം കേസുകൾ നിരന്തരം ഡീൽ ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ അല്പം എന്താ പറയുക കടുപ്പിച്ച ഭാഷയിലൊക്കെ വർത്താനം പറയുന്നത്. അപ്പോൾ നിങ്ങൾ കുട്ടികൾക്കായിട്ട് ഒരു കഴിയാവുന്ന കുട്ടികൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ വന്ന് അവരുടെ ഫ്രണ്ടിൽ നിന്ന് മൊബൈലിൽ സ്ക്രോൾ ചെയ്യാതിരിക്കുക, ടി വി വെച്ച് കാണാതിരിക്കുക. അവർ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾക്കും ഒരു സമ്മാനം കൊടുത്തു നോക്കുക. എന്തുകൊണ്ടാണ് കുട്ടികൾ മൊബൈലിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത്? അവിടെ ഒരു റിവാർഡ് ലൂപ്പ് സിസ്റ്റം ഉണ്ട്. കുട്ടികൾ കളിച്ച് കഴിയുമ്പോൾ ഗ്രേറ്റ്, ഫണ്ടാസ്റ്റിക്, വണ്ടർഫുൾ എന്നൊക്കെ പറഞ്ഞിട്ട് അവരെന്ത് ചെയ്യും? കുറച്ച് പോയിന്റുകൾ കൊടുക്കും, കുറച്ച് ടൂളുകൾ കൊടുക്കും, ആ ഗെയിമിൽ പുതിയ വെപ്പൺസ് കൊടുക്കും, പോയിന്റുകൾ എടുത്തിട്ട് അവർ പുതിയ ഫുട്ബോൾ പ്ലെയറെ വാങ്ങിക്കാൻ പറ്റും. റിവാർഡ് സിസ്റ്റമാണ്. നിങ്ങളുടെ ബ്രെയിൻ എപ്പോഴും റിവാർഡുകൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതേ റിവാർഡ് സിസ്റ്റം നിങ്ങൾ വീട്ടിൽ കൊടുക്കൂ. അവൻ ചെയ്യുന്ന ഓരോ നല്ല കാര്യങ്ങൾക്കും ഒരു റിവാർഡ് വെച്ചിട്ട് ഒരു റിവാർഡ് ലൂപ്പ് സിസ്റ്റം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ അവനെ കൊണ്ട് നിങ്ങൾ ഉപദേശിക്കാതെ തന്നെ ചെയ്യിക്കാൻ പറ്റും. നല്ല റിവാർഡുകളായിരിക്കണം, അവന് ഇഷ്ടമുള്ള റിവാർഡുകളായിരിക്കണം. ആ റിവാർഡുകളുടെ മേന്മ കൂടുന്നതിനനുസരിച്ച് ഏൽപ്പിക്കുന്ന ടാസ്കിൻ്റെ വലിപ്പവും കൂട്ടിക്കൊടുക്കാം. അപ്പോഴൊക്കെ ഞാൻ ഈ പറയുന്ന ആക്റ്റുകളൊക്കെ നിങ്ങളുടെ പേരൻ്റ് സ്ട്രെസ് കുറയ്ക്കും. ഫോക്കസ് ഇസ് എ സ്കിൽ, നോട്ട് എ ട്രൈറ്റ്. ഏകാഗ്രത എന്ന് പറയുന്ന ഈ സാധനം നമുക്ക് വളർത്തിയെടുക്കാവുന്ന ഒരു സ്കില്ലാണ്. നിങ്ങളുടെ കുട്ടികളെ WPS എത്രയാണ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടോ? വേർഡ്സ് പെർ സെക്കൻഡ് നിങ്ങളുടെ കുട്ടിക്ക് 1 മിനിറ്റിൽ വായിക്കാവുന്ന വാക്കുകളുടെ എണ്ണം എത്രയാണ്? WPS കൊടുത്ത് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടോ? കാരണം സ്ലോ നമ്മൾ സാധാരണ വായിക്കുന്ന 150 ആയിരിക്കും. കുട്ടികൾക്ക് സ്പീഡ് റീഡിങ് പഠിപ്പിച്ചു കൊടുക്കണം. കാരണം നിങ്ങളുടെ കുട്ടിയുടെ ബ്രെയിന് ഏകദേശം 1000-ഓളം വാക്കുകളെ ഒരു മിനിറ്റിൽ പ്രോസസ്സ് ചെയ്യാനുള്ള കഴിവുണ്ട്. WPM, PS വേണ്ട, PM നോക്കിയാൽ മതി. ആ 1000 വാക്കുകൾ അവിടെ പ്രോസസ്സ് ചെയ്യാൻ കിട്ടുന്നില്ല എങ്കിൽ, കുട്ടി സ്ലോ റീഡിംഗ് ആണെങ്കിൽ 150 ഉള്ളൂ എങ്കിൽ ബാക്കി 850ൻ്റെ സ്ഥാനത്തേക്ക് വേറെ ചിന്തകൾ വന്നു കയറും. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു 300, 350, 400, 450, 500 വരെയെങ്കിലും കുട്ടിയുടെ റീഡിംഗ് സ്പീഡ് എത്തിച്ചു കൊടുക്കണം. അതിനുവേണ്ടി അവരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ? അവർക്ക് മെൻ്റൽ മാത്സ് പഠിപ്പിച്ചിട്ടുണ്ടോ? എല്ലാ കുട്ടികൾക്കും ഇഷ്ടമുള്ളതും എല്ലാ കുട്ടികൾക്കും പേടിയുള്ളതും മാത്സാണ്. എല്ലാം എന്ന് പറയുന്നത് കൂടുതൽ കുട്ടികൾക്കും. ഫുൾ മാർക്ക് മേടിക്കുന്നതും തോറ്റു പോകുന്നതും മാത്സിനാണ്. അപ്പോൾ അവിടെ നിങ്ങൾ മെൻ്റൽ മാത്സ് കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ടോ? ഇതാണ് ചെക്ക് ലിസ്റ്റ്. ഇനി മറ്റൊന്നാണ് ഡിജിറ്റൽ ഡിസ്ട്രക്ഷൻസ്. ഈ നേരത്തെ പറഞ്ഞ മൊബൈൽ, ഇതേ മൊബൈലിലെ തന്നെ നിങ്ങൾ കുട്ടികളുടെ കരിയറിന് വേണ്ടിയിട്ട് കുട്ടികളുടെ ഇപ്പോൾ നമ്മൾ ധാരാളം മൊബൈൽ ആപ്പുകൾ വാങ്ങിച്ചു കൊടുത്തിരിക്കുന്നു കുട്ടികൾക്ക് പഠിക്കാനല്ലേ. അത് പോസിറ്റീവ് സ്ക്രീൻ ടൈമാണ്. ഈ മൊബൈലിനെ അപ്പോൾ നമ്മൾ കുറ്റം പറയരുത്. മൊബൈലിന് നെഗറ്റീവ് സ്ക്രീൻ ടൈമുണ്ട്, പോസിറ്റീവ് സ്ക്രീൻ ടൈമുണ്ട്. നിങ്ങളുടെ കുട്ടികൾ ഉപയോഗിക്കുന്നത് നെഗറ്റീവ് സ്ക്രീൻ ടൈമിലാണോ പോസിറ്റീവ് സ്ക്രീൻ ടൈമിലാണോ? ഇതാണ് നോക്കേണ്ടത്. നമുക്ക് നമ്മുടെ മക്കൾക്ക് പോസിറ്റീവ് സ്ക്രീൻ ടൈം കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ആ മൊബൈൽ ഇറ്റ്സെൽഫ് അവർ നന്നാക്കിക്കോളും. നിങ്ങൾ അവരുടെ പുറകെ അധികം പോകേണ്ട ആവശ്യം ഇല്ല. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ സ്കില്ലുകളിൽ നിങ്ങളുടെ കുട്ടികൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതല്ലെങ്കിലോ, സ്ലോ റീഡിങ്ങും വീക്ക് മെമ്മറിയും പൂർ ഫോക്കസും ആണെങ്കിലോ അവന് ഫ്രസ്ട്രേഷനാവും, ലോ ഗ്രേഡ്സ് വരും, ലോസ് ഓഫ് മോട്ടിവേഷൻ. അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് സ്ക്രീൻ അഡിക്ഷൻ. അപ്പോൾ റിസൾട്ടിനെ അത് ബാധിക്കും. സ്റ്റേജ് 4 എന്ന് പറയുന്നത് പേരൻസ് കൊളാപ്സ് ആവും, ഫാമിലി മൊത്തം സ്ട്രെസ് ആവും, കോൺഫിഡൻസ് ഒക്കെ ഡാമേജ് ആവും. എന്നാൽ ഞാനീ പറയുന്ന വഴിയിലേക്ക് പോയാലോ, ജോയ്ഫുൾ ലേണിംഗ്, പേരൻ്റ് ഒക്കെ റിലീഫാവും, നല്ല അക്കാദമിക് റിസൾട്ട് കിട്ടും, ലാസ്റ്റിംഗ് കോൺഫിഡൻസ് കിട്ടും. ഈ ഒരു സ്റ്റേറ്റിൽപ്പെട്ട കുട്ടി നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ
നിങ്ങൾ എത്ര പേര് സ്ട്രെസ്ഡ് ആയിരിക്കും? നിങ്ങൾക്ക് എത്ര പേർക്ക് പേരൻ്റൽ സ്ട്രെസ് എന്ന് പറയാൻ പറ്റും? സ്ട്രെസ് എന്ന് പറയാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ ഫാമിലിയിൽ ഇഷ്യൂ ഉണ്ടെങ്കിൽ കിട്ടിയവനും കിട്ടിയോളും നമ്മൾ ഇടിവെച്ചിരിക്കുകയാണ്, സ്ട്രെസ് ഉണ്ടാവും. ജോലി സ്ഥലത്ത് ചെന്നപ്പോൾ നിങ്ങളുടെ സീനിയേഴ്സ് നിങ്ങളോട് ഇതായിട്ട് പെരുമാറി, അല്ലെങ്കിൽ നിങ്ങളുടെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല, ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റില്ല, സ്ട്രെസ് ഉണ്ടാവും. പക്ഷേ നിങ്ങളുടെ ആ സ്ട്രെസ്സിനെ പേരൻ്റൽ സ്ട്രെസ് എന്ന് വിളിക്കാൻ പറ്റുമോ? പറ്റില്ല. എനിക്ക് തന്ന വിഷയം എന്തായിരുന്നു? പേരൻ്റൽ സ്ട്രെസ്സും ബേൺ ഔട്ടും. അപ്പോൾ പേരൻ്റൽ സ്ട്രെസ്സേ എടുത്തു കളഞ്ഞാൽ നമ്മളെല്ലാവരും കേട്ടോണ്ട് പെർഫെക്റ്റ് പേരൻറ്റ്. ഡോണ്ട് ബി എ പെർഫെക്റ്റ് പേരൻറ്റ്. ഒരു പ്രസൻറ്റ് പേരൻ്റ് ആയാൽ മതി. അവന് വേണ്ട സമയം കൊടുക്കുക. ഇപ്പം നേരത്തെ പറഞ്ഞു, ജിതേഷേട്ടല്ലേ പറഞ്ഞത്, ആകാംക്ഷയുണ്ട്, നമ്മൾ ഈ പ്രതീക്ഷയ്ക്ക് അനുസരിച്ച് ഉയരാത്ത ഒരു സാധനം അല്ലേ? ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഒരു ടൂറ് പ്ലാൻ ചെയ്യാൻ നിങ്ങളിപ്പോൾ കുവൈറ്റിൽ നിന്ന് UK അമേരിക്കയിലോ ടൂർ പോകാമെന്ന് വിചാരിക്കുക. നിങ്ങൾ എത്ര ദിവസം പ്ലാൻ ചെയ്യും? എത്ര ദിവസം നമ്മൾ പ്ലാൻ ചെയ്യും അല്ലേ? SSLC കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ കുട്ടിയുടെ സ്ട്രീം സെലക്ഷന് വേണ്ടി നിങ്ങൾ എത്ര മണിക്കൂർ പ്ലാൻ ചെയ്തു? +2 കഴിഞ്ഞപ്പോൾ ആ കുട്ടിയുടെ കരിയർ സെലക്ഷന് വേണ്ടിയിട്ട് എത്ര മണിക്കൂർ പ്ലാൻ ചെയ്തു? ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ കുട്ടിയുടെ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ചെക്ക് ചെയ്തായിരുന്നോ? അവൻ്റെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ചെയ്തായിരുന്നോ? അവൻ്റെ പേഴ്സണാലിറ്റി ടെസ്റ്റ് ചെയ്തായിരുന്നോ? അവൻ ഇൻട്രോവേർട്ട് ആണോ എക്സ്ട്രോവേർട്ട് ആണോ എന്ന് സയൻറ്റിഫിക്കലി ടെസ്റ്റ് ചെയ്തായിരുന്നോ? അവൻ്റെ പാഷൻ ടെസ്റ്റ് ചെയ്തായിരുന്നോ? അവൻ എടുക്കാൻ പോകുന്ന കരിയറിൻ്റെ ജോബ് മാർക്കറ്റ് സെർച്ച് ചെയ്തായിരുന്നോ? അവൻ പോകുന്ന കോളേജിൻ്റെ ഹിസ്റ്ററി സെർച്ച് ചെയ്തായിരുന്നോ? അതിനൊക്കെ വേണ്ടി എത്ര സമയം ചെലവഴിച്ചു? 10ാം ക്ലാസ് വരെ പുട്ടുകുറ്റി വിദ്യാഭ്യാസമാണ് നമ്മുടെ നാട്ടിൽ. ഒന്നിനും ഒരു ചോയ്സും ഇല്ല. അത് കഴിഞ്ഞാലോ, വിനോദം വന്നാൽ വീഗാലാൻഡ്, പനി വന്നാൽ പാരസെറ്റമോൾ, എല്ലാത്തിനും A+ കിട്ടിയാൽ സയൻസ് ഗ്രൂപ്പ്. അങ്ങനെയാണോ ശരിക്കും കരിയർ എടുക്കേണ്ടേ? അല്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എത്ര ദിവസം ചെലവഴിച്ചു? അതൊക്കെയാണ് ചോദ്യം. അപ്പോൾ വിത്ത് തെറ്റിയാൽ, വിത തെറ്റിയാൽ വിള തെറ്റും. അപ്പോൾ നമ്മളങ്ങനെ ആഗ്രഹിച്ചതുപോലെ അവൻ ആയില്ല എന്ന് കരുതിയിട്ട് നമ്മൾ ഇവിടുന്ന് ഇപ്പോൾ സ്ട്രെസ് അടിച്ചിട്ട് കാര്യമില്ല. ഇനിയും കുട്ടികൾ വളർന്നു വരുന്നുണ്ടല്ലോ. ഇതൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റിയാൽ കുട്ടികളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് സ്ട്രെസ് ഉണ്ടാവില്ല. ബാക്കി ഒരു കാര്യത്തിലും ഇപ്പം എൻ്റെ വിഷയമല്ല. ഇനി അതിൽ ഞാൻ ഇടപെടണമെങ്കിൽ ഇടപെടാം, നമുക്ക് അപ്പം സംസാരിക്കാം. അപ്പോൾ ഇനി നിങ്ങളിലേക്ക് വരാം. കുട്ടികളുടെ കാര്യം ഇത്രയും മതി, ഇനി നിങ്ങളിലേക്ക് വരാം. ഞാൻ നിങ്ങൾക്ക് ഇന്ന് 3 ടെക്നിക്കുകൾ പഠിപ്പിച്ചു തരാം. 3 ടെക്നിക്കുകൾ പഠിപ്പിച്ചു തരാം. ഈ 3 ടെക്നിക്കുകളും നിങ്ങൾ സ്ഥിരമായി പ്രാക്ടീസ് കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള സ്ട്രെസ്സും നിങ്ങളെ ബാധിക്കില്ല. പോരെ? അപ്പോൾ ഒന്നാമത്തെ ടെക്നിക്ക്, ഈ ടെക്നിക്ക് പഠിപ്പിക്കണമെങ്കിൽ എനിക്ക് നിങ്ങളെ കണ്ടുകൊണ്ട് പഠിപ്പിക്കണം. കാരണം നിങ്ങൾ തെറ്റായി ചെയ്തു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ എനിക്ക് ഞാൻ സാധാരണ ദൂരദർശനിൽ ചർച്ചയ്ക്ക് ഇരിക്കാറുണ്ട്, ഈ കൈരളി TV-യിൽ ഇരിക്കാറുണ്ട്, എല്ലായിടത്തും ഇരിക്കാറുണ്ട്, ചർച്ചയ്ക്ക് ഇരിക്കാറുണ്ട്. പക്ഷേ ഇപ്പം നിങ്ങളുടെ ഈ മീറ്റിംഗ് കണ്ടപ്പോൾ എനിക്ക് ആകാശവാണിയിൽ ഇരിക്കുന്ന പ്രതീതിയാണ്. ഞാനൊരു റേഡിയോ ജോക്കിയാണെന്ന് തോന്നുന്നു. ആകെ ജ്യോതി ചേച്ചി മാത്രമുണ്ട്, അവർ 2 പേര് ക്യാമറ ഓൺ ചെയ്തിരിക്കുന്നു, ബാക്കി എല്ലാവരും അല്ലേ? അപ്പോൾ എടുക്കുന്ന ആളുടെ മനസ്സെന്തായിരിക്കും? നിങ്ങളുടെ എക്സ്പ്രഷനെ കാണുമ്പോഴാണ് നിങ്ങളിത് ഇഷ്ടപ്പെടുന്നുണ്ടോ അതോ ഞാനിവിടെ നിന്ന് റേഡിയോ ജോക്കി സംസാരിക്കുന്ന പോലെ സംസാരിക്കുകയാണെന്നൊക്കെ അറിയാം. പക്ഷേ ഇനി അത് പറ്റില്ല. എന്താണെന്നറിയോ? ഇനിയത്തെ സെഷൻ എന്ന് പറയുന്നത് നിങ്ങളെ ഞാൻ ക്ലിയർ ചെയ്യാൻ പോവാണ്. നിങ്ങൾ വർഷങ്ങളായി ക്യാരി ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയ സങ്കടങ്ങളെ നമ്മളിപ്പോൾ സ്പോട്ടിലെടുത്ത് കളയാൻ പോവാണ്. വേണോ വേണ്ടയോ? ഇന്ന് സുഖമായിട്ട് എല്ലാവരും കിടന്ന് ഉറങ്ങും. എൻ്റെ വാക്കാണ്. ഇന്ന് ഇപ്പോൾ നമ്മുടെ ഈ സ്ട്രെസ്സ് കൂടി ഉറക്കത്തെ ബാധിച്ചിട്ടുണ്ടാവും അല്ലേ? പലതിനും നമ്മൾ അങ്ങോട്ടേക്കൊന്നും പോയിട്ടില്ല, കാരണം അതൊക്കെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് 1-ൽ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ മാക്സിമം ആൾക്കാർ ക്യാമറ ഓൺ ചെയ്ത് നിൽക്കുകയാണെങ്കിൽ ഞാൻ ഓക്കെ, വെരി ഗുഡ്.
അപ്പം ഞാൻ 3 ടെക്നിക്കാണ് പറഞ്ഞത്. ഒന്നാമത്തെ ടെക്നിക്ക് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡിൻ്റെ അവസാനം ഞാൻ ഒരു കാര്യം പറഞ്ഞു. നിങ്ങളുടെ കുട്ടികളെ ശരിയാക്കാനായിട്ട് നമുക്ക് 4 മേഖലകളാണ് ഉള്ളത്. ഇപ്പം നേരത്തെ പറഞ്ഞില്ലേ, യോഗ എന്നൊക്കെ പറഞ്ഞില്ലേ, ഫുഡ് എന്നൊക്കെ പറഞ്ഞില്ലേ, ശരീരം, മനസ്സ്, വികാരം, സ്പിരിച്വൽ. ബോഡി, മൈൻഡ്, ഇമോഷൻ, സ്പിരിച്വൽ. നമ്മൾ ഈ 4 മേഖലയിൽ എവിടെ പ്രശ്നം ഉണ്ടെങ്കിലും നമ്മുടെ ജീവിതത്തിൽ റിഫ്ലക്റ്റ് ചെയ്യും. ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അത് പ്രശ്നമാണ്. നിങ്ങളുടെ മനസ്സ് ശരിയല്ലെങ്കിൽ അത് റിഫ്ലക്റ്റ് ചെയ്യും. ഇനി നിങ്ങൾ സങ്കടം, വികാരം മോശമാണെങ്കിലോ, ഇമോഷൻ ഹൈലി ഇതാണെങ്കിലോ അതും റിഫ്ലക്റ്റ് ചെയ്യും. ഇനി ഇതിനൊക്കെ പുറമെ സ്പിരിച്വലി നിങ്ങൾ കറക്റ്റ് അല്ല എങ്കിൽ അവിടെയാണ് നിങ്ങളുടെ പ്രാർത്ഥനയൊക്കെ നിങ്ങളെ ഗുണപ്പെടുത്തുക. അവിടെയും പ്രശ്നം ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഈ 4 മേഖലകളും ടച്ച് ചെയ്യുന്ന 3 ടെക്നിക്ക് തരാം. പോരെ? ഒന്നാമത്തെ ടെക്നിക്കാണ് ഇത്. നിങ്ങൾ ഓൾറെഡി ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും, കാരണം ഇതൊക്കെ യൂട്യൂബിലൊക്കെ ഒരുപാടുള്ളതാണ്. എങ്കിലും ഞാനതൊന്ന് കുട്ടികൾക്കായിട്ട്, ഇപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റണ്ടേ, അതുകൊണ്ട് ഈ ടെക്നിക്കിൻ്റെ പേര് ഇത് ഹോ ഓപ്പോണോപ്പോണോ എന്നാണ്. കേട്ടിട്ടുണ്ടോ? ഹോ ഓപ്പോണോപ്പോണോ Oponopono. Yes. കേട്ടിട്ടുണ്ടോ? പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടോ? Yes. കുട്ടികൾക്ക്, നിങ്ങളുടെ വീട്ടിൽ കുട്ടികൾക്ക് ADHD ഒക്കെ ഉണ്ടെങ്കിൽ, നല്ല പിരിവിരിപ്പൊക്കെ ആണെങ്കിൽ, ഞാൻ ഈ പറയുന്ന ടെക്നിക്ക് ഒരു 21 ഡേയ്സ് പ്രാക്ടീസ് ചെയ്തോളൂ. നിങ്ങളുടെ കുട്ടികളുടെ ആ പിരിവിരിപ്പും, ആ ADHD ഉള്ള കുട്ടികൾ നിങ്ങൾക്ക് ജനിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സ്പിരിച്വൽ കോഴ്സ് കൊണ്ടാണ്. അപ്പോൾ അവിടെ പോയിട്ടൊരു കറക്ഷൻ നടത്താൻ നിങ്ങൾക്ക് സാധിച്ചാൽ നിങ്ങൾക്ക് അത് ഈ കുട്ടികളുടെ സ്വഭാവത്തിലും അത് റിഫ്ലക്റ്റ് ചെയ്യും. നിങ്ങളപ്പോൾ ഹോപ്പണോപ്പണെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. ആരെങ്കിലും കേൾക്കാത്തവരുണ്ടോ കുവൈറ്റിൽ? ഇല്ല സർ, അറിയില്ല സർ. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതിപ്പോൾ മാതാപിതാ ഗൂഗിൾ ദൈവം എന്നാണല്ലോ. അപ്പോൾ ഗൂഗിളിൽ സെർച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. ഓക്കെ, ഹോപ്പണോപ്പണോ എന്ന് പറയുന്നത് ഒരു ആൻഷ്യൻ്റ് അമേരിക്കൻ ടെക്നിക്കാണ്. അമേരിക്കയിലെ ഹവായിയൻ ദ്വീപിലെ ഒരു ടെക്നിക്കാണ്. മേക്ക് തിങ്സ് കറക്റ്റ് എന്നാണ് ഇതിൻ്റെ അർത്ഥം. മേക്ക് തിങ്സ് കറക്റ്റ്. ഇത് ലോകത്തിന് പരിചയപ്പെട്ടത് സിമിയോണ എന്ന് പറയുന്ന ഒരു ഹവായിയൻ ലേഡിയിലൂടെയാണ്. അവർ ഹ്യൂലൻ അദ്ദേഹം ഒരു സൈക്കാട്രിസ്റ്റാണ്. ഇവർ രണ്ടും ഒരു ക്യാമ്പിൽ വെച്ച് കണ്ടുമുട്ടി. ഈ ക്യാമ്പിൽ വെച്ച് കണ്ടുമുട്ടിയപ്പോൾ ഈ ലേഡി പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിൽ ഒരു ടെക്നിക്കുണ്ട്, ഒരു ജീവിത രീതിയുണ്ട്. അവിടെ കോൺഫ്ലിക്റ്റ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ അത് പരിഹരിക്കാനൊക്കെ ആയിട്ട് അവർ പ്രാക്ടീസ് ചെയ്യുന്ന ഇതാണ്. ഈ ഹവായിയൻ ദ്വീപിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാം. നല്ല ദീർഘായുസോടെ സന്തോഷത്തോടെയൊക്കെ ആളുകൾ ജീവിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അതിൻ്റെ രഹസ്യമായിട്ട് അവർ പറഞ്ഞത് ഈ ഹോ ഓപ്പോണോപ്പോണോ ടെക്നിക്കാണ്. അപ്പോൾ ഒരു ഹീലിംഗ് ടെക്നിക്കാണ് ആക്ച്വലി ഇത്. ഈ ഹ്യൂലന് ജോലി കിട്ടിയത് അമേരിക്കൻ മിഷൻ ഹോസ്പിറ്റലാണ്. അമേരിക്കൻ സ്റ്റേറ്റ് ഹോസ്പിറ്റലാണ്. സ്റ്റേറ്റ് ഹോസ്പിറ്റലിലെ സൈക്കാട്രി വിഭാഗത്തിലാണ് അദ്ദേഹത്തിന് ജോലി കിട്ടിയത്. അപ്പോൾ അവിടുത്തെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഈ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരുന്നത് അമേരിക്കൻ സെൻട്രൽ പ്രിസണിലെ ക്രിമിനൽസ്, അതിൽ തന്നെ മനോരോഗമുള്ള ആൾക്കാരെയാണ് ഇവിടെ കൊണ്ടുവരിക. അപ്പോൾ ഇവർ അത്ര ഡേഞ്ചറാണ്. ഒരേ സമയം ഇവർ ക്രിമിനൽസാണ്, അതേസമയം ഇവർ സൈക്കാട്രിക് പേഷ്യൻസും ആണ്. അതുകൊണ്ട് തന്നെ ഡോക്ടേഴ്സും ഹോസ്പിറ്റൽ ജീവനക്കാരൊന്നും ഇവരുടെ സെല്ലിനകത്തേക്ക് പോകാറില്ല, മരുന്നുകളൊക്കെ എറിഞ്ഞു കൊടുക്കാറാണ് പതിവ്. അപ്പോൾ ഇദ്ദേഹം അവിടെ ചാർജ് എടുത്തപ്പോഴും ഇതേപോലെ തന്നെ സപ്പോർട്ടിംഗ് സ്റ്റാഫ് വന്ന് പറഞ്ഞു, സാർ ആരും അങ്ങോട്ട് പോകാറില്ല, അവിടുത്തെ കണ്ടീഷൻ അവരെല്ലാം വയലൻ്റ് ആണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഫയലെത്തിയ ആദ്യത്തെ ആളുടെ ഒരു ഫയൽ തുറന്നു നോക്കിയപ്പോൾ അതൊരു ചെറുപ്പക്കാരൻ്റെ ഫയലാണ്. ഇത് വായിച്ചു നോക്കിയപ്പോൾ അദ്ദേഹത്തിന് എവിടെയോ ഒരു സങ്കടം, എവിടെയോ ഒരു കുറ്റബോധം. കാരണം വളരെ നല്ലൊരു ചെറുപ്പക്കാരൻ. അദ്ദേഹത്തിൻ്റെ അച്ഛൻ പക്ഷേ മോഷ്ടാവും മദ്യപാനിയൊക്കെ ആയിരുന്നു. അമ്മയെ വന്ന് എന്നും എടുത്തിട്ട് ഇടിക്കും. അപ്പോൾ ഒരു ദിവസം ഈ അമ്മയെ കുത്താൻ വേണ്ടി ഇയാൾ കത്തിയെടുത്തു. ഈ കത്തി മോൻ കയറി പിടിച്ചു. ആ മൽപ്പിടുത്തത്തിനിടയിൽ ഈ കത്തി അച്ഛൻ്റെ ദേഹത്ത് കൊണ്ട് അച്ഛൻ മരിച്ചു. അങ്ങനെ അയാൾ കൊലപാതകയായതാണ്. അപ്പോൾ അയാളൊരു ക്രിമിനൽ അല്ല ആക്ച്വലി. ബട്ട് അങ്ങനെ പെട്ടെന്നുണ്ടായപ്പോൾ അയാൾക്ക് മനസ്സിൻ്റെ താളം തെറ്റി. അയാൾ ഒരേ സമയം കൊലപാതകിയായി, അതേസമയം മനോരോഗിയുമായി. അപ്പോൾ ഇയാളുടെ ഈ കേസ് ലിസ്റ്റ് വായിച്ചപ്പോൾ ഹ്യൂലനൊരു സങ്കടം, താനും കൂടി ഉൾപ്പെട്ടൊരു സമൂഹമല്ലേ ഇയാളെ രോഗിയാക്കി മാറ്റിയത്. അപ്പോൾ ഹ്യൂലൻ എന്ത് ചെയ്തു? ഇതെന്ത് ചെയ്യാൻ പറ്റും?
സിമിയോണി പറഞ്ഞ ആ ടെക്നിക്ക് ആലോചിച്ചു. ഈ ഇദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഇതിലുണ്ടായിരുന്നു. ആ ഫോട്ടോ നോക്കിയിട്ട് ഈ ഹ്യൂലൻ ഒരു മന്ത്രം ചൊല്ലി. ആ മന്ത്രം 4 വാക്കുകൾ മാത്രമായിരുന്നു. വേണമെങ്കിൽ എഴുതി വെച്ചോളുക. 4 വാചകങ്ങളാണ്. ഒന്ന്, ഐ ആം സോറി, ഐ ആം സോറി, ഐ ആം സോറി, ഹലോ പക്ഷേ ഐ ആം സോറി, പ്ലീസ് ഫർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു. ഈ 4 വാചകങ്ങളേ ഉള്ളൂ. ഐ ആം സോറി, പ്ലീസ് ഫർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു. റിസൾട്ട് എന്താണെന്നറിയാമോ? കുറച്ച് ദിവസം കൊണ്ട് ഈ പയ്യൻ്റെ വയലൻസ് ഇല്ലാണ്ടായി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവന് മെഡിക്കേഷൻ നിർത്തി. ഇവൻ നോർമലായി. അവൻ തിരിച്ച് ജയിലിലേക്ക് പോയി. ഇതൊരു വാർത്തയായി. അവിടെ കൊണ്ട് തീർന്നില്ല. ഈ രോഗികളെ ഒരാളെപ്പോലും കാണാതെ ഹ്യൂലൻ ആ എല്ലാ രോഗികളുടെയും വയലൻസ് നിർത്തി. എല്ലാ രോഗികളെയും ഫ്രീ ആക്കി ജയിലിലേക്ക് തിരിച്ചയച്ചു. ഈ വാർഡ് അടച്ചു പൂട്ടി. അപ്പോൾ നമ്മുടെ മക്കൾക്ക് അത്രയൊന്നും പ്രശ്നമില്ലല്ലോ. ഒരിച്ചിരി പിരിവിരിപ്പല്ലേ? അങ്ങനെയെങ്കിൽ നിങ്ങൾ കുട്ടികളുടെ ചിത്രം മനസ്സിലോർത്ത്, നിങ്ങളുടെ മക്കളുടെ ചിത്രം മനസ്സിലോർത്ത് നിങ്ങൾ ഈ ഹോപ്പോണോപ്പോണോ പ്രാക്ടീസ് ഒരു 21 ദിവസം ചെയ്യൂ. എന്നിട്ട് സംഭവിച്ച അത്ഭുതം നിങ്ങൾ എനിക്ക് മെസ്സേജായിട്ട് തരണം. ഞാൻ ഇന്നേ വരെ കൊടുത്തിരിക്കുന്ന 100% കുട്ടികൾക്കും റിസൾട്ടാണ്. 99 അല്ല, 100% കുട്ടികൾക്കും ഹോപ്പോണോപ്പോണോ റിസൾട്ടാണ്. പക്ഷെ ആത്മാർത്ഥമായിട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഒരു 5-10 മിനിറ്റ് നിങ്ങൾ സമയം കണ്ടെത്തണം. ചെയ്യുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് അറിയോ? വികാരത്തോടു കൂടി ചെയ്യണം. വെറുതെ വഴിപാട് പോലെ ഐ ആം സോറി, പ്ലീസ് ഫർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു, ഐ ആം സോറി, പ്ലീസ് ഫർഗീവ് മീ, വേലക്കാരിയായിരുന്ന നീ എൻ മോഹവല്ലി, വേലക്കാരിയായിരുന്ന നീ എൻ മോഹവല്ലി, അങ്ങനെ ചൊല്ലരുത്. ഇതിനെ ഐ ആം സോറി പറയുമ്പോൾ നിങ്ങൾക്ക് ആ മനസ്സിൽ, കാരണം ഇത് ശരിക്കും അക്സെപ്റ്റ് ദ റെസ്പോൺസിബിലിറ്റിയാണ്. നമ്മുടെ മക്കൾ അങ്ങനെയായതിൻ്റെ ഉത്തരവാദിത്വം മാതാപിതാക്കളായ നമ്മൾക്കാണ് എന്ന് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാണ്. സറണ്ടറാണ്. ഈ യൂണിവേഴ്സിന് മുമ്പിൽ, പ്രപഞ്ചത്തിന് മുമ്പിൽ, ഈശ്വരന് മുമ്പിൽ നമ്മൾ സറണ്ടർ ചെയ്യാണ്. ഐ ആം സോറി, പ്ലീസ് ഫർഗീവ് മീ, താങ്ക് യു. ഇവന് ഇച്ചിരി പിരിവിരിപ്പൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് നമ്മുടെ മോനായിട്ട് അവനെ കിട്ടിയില്ലേ? നമ്മുടെ ഓമന കുട്ടിയല്ലേ? സുന്ദരമാവയല്ലേ? സുന്ദരി കുട്ടിയല്ലേ? പിന്നെയോ ഐ ലവ് യു. നിങ്ങൾക്ക് അവനോട് സ്നേഹമില്ലേ? അവളോട് സ്നേഹമില്ലേ? ആ സ്നേഹം അങ്ങനെ ഇത് അവരറിയണ്ട കേട്ടോ, മക്കൾ അറിയണ്ട കേട്ടോ. നിങ്ങൾ രഹസ്യമായിട്ട് ചെയ്താൽ മതി. അപ്പോൾ ടെക്നിക്ക് നമ്പർ 1. ഇനി ഇത് നിങ്ങൾക്ക് ജോലി സ്ഥലത്ത് ഉപയോഗിക്കാം. നിങ്ങളോട് നിങ്ങളുടെ ബോസ് ക്രൂരമായി പെരുമാറുന്നു, അല്ലെ നിങ്ങളോട് ഒരാൾ ഇനി ഫാമിലിയിൽ നിങ്ങൾക്ക് ഇറിറ്റേഷൻ ഉണ്ട്. നിങ്ങൾ ഈ ടെക്നിക്ക് ആ വ്യക്തിയെ വെച്ചൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കി. നിങ്ങളും അവരും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ബെറ്റർ ആയില്ലെങ്കിൽ നിങ്ങൾ പറയുന്ന കോമ്പൻസേഷൻ ഞാൻ തരാം. കാരണം നിങ്ങളുടെ സമയമാണല്ലോ നിങ്ങൾ ഇതിനുവേണ്ടി ചെലവഴിക്കുന്നത്. നിങ്ങൾ സിൻസിയറായിട്ട് ആത്മാർത്ഥം. അപ്പോൾ നോക്കിയേ, എപ്പോഴാണ് സ്ട്രെസ് വരുന്നത്? കോമ്പറ്റീഷനോ വഴക്കോ അല്ലേ ഒക്കെ വരുമ്പോഴാണ് സ്ട്രെസ് കൂടുക. ഇങ്ങനെയുള്ള ആൾക്കാർ തമ്മിൽ മത്സരങ്ങളില്ല എങ്കിൽ, സഹവർത്തിത്വമാണ് സംഭവിക്കുന്നതെങ്കിൽ നിങ്ങളുടെ സ്ട്രെസ് പോയില്ലേ? അത്രേ ഉള്ളൂ. അപ്പോൾ ടെക്നിക്ക് നമ്പർ 1. ടെക്നിക്ക് നമ്പർ 2, കാറ്റുകുത്തൽ. കാറ്റുകുത്താനായിട്ട് നിങ്ങളെല്ലാവരും ഒരു പേന എടുക്കുക. പേന ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നെ എഴുതി തീർന്ന പേന വേണം കേട്ടോ. എഴുതി തീർന്ന പേന വേണം. പേനയില്ലെങ്കിൽ മീൻസ് എഴുതി തീർന്ന പേനയില്ലെങ്കിൽ അതിൻ്റെ റീഫിൽ ഊരാമെങ്കിൽ റീഫിൽ ഊരി എടുത്ത് കളയുക. നമുക്ക് ആ പേനയുടെ ഔട്ടർ കവർ മാത്രം മതി, വിത്ത് ക്യാപ്പ്. ഇനി അതല്ലെങ്കിൽ ഒരു പെൻസിൽ ഉണ്ടെങ്കിൽ പെൻസിൽ എടുത്താൽ മതി. ഇതെന്തിനാണെന്നറിയാമോ? അല്പം കഴിയുമ്പോൾ, മീൻസ് വിത്തിൻ 2 മിനിറ്റ്സ് നമ്മൾ ആ പേനയിലേക്ക് നിങ്ങളുടെ എല്ലാ സ്ട്രെസ്സും ആവാഹിച്ച് ആ പേനയെ തല്ലി പൊട്ടിക്കും. അപ്പോൾ അത് മഷിയുള്ള പേനയാണെങ്കിൽ നിങ്ങളുടെ ഫ്ലോർ മുഴുവൻ മഷിയാവും.
അതുകൊണ്ടാണ് അതിനകത്ത് മഷി വേണ്ട എന്ന് പറഞ്ഞത് കേട്ടോ. ഇനി അതല്ലെങ്കിൽ പേനയുടെ ഷേപ്പുള്ള എന്തെങ്കിലും എടുത്തോ. തറയിൽ വീണാൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പേനയാണെങ്കിൽ ചില്ലിൻ്റെ പേനയാണെങ്കിൽ നിങ്ങൾക്കത് ആ പൊട്ടലൊക്കെ നിങ്ങളുടെ സ്ട്രെസ്സൊക്കെ പൊട്ടി തകരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. 2-3 ഇൻസ്ട്രക്ഷൻ ഞാൻ തരാം. ഹെഡ്ഫോൺ എടുക്കാൻ പറയാം. ഒരു വയർലെസ് ഹെഡ്ഫോൺ ഉണ്ടെങ്കിൽ ഹെഡ്ഫോൺ വെച്ച് കേൾക്കുക. അല്ലെങ്കിൽ മൈക്ക് ഈ ഫോൺ നിങ്ങൾ ഫോണിലോ ലാപ്ടോപ്പിലാണ് കേൾക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വ്യക്തമായി എൻ്റെ ശബ്ദം കേൾക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് നിങ്ങൾ ആ ഫോൺ പ്ലേസ് ചെയ്യുക. എന്നിട്ട് എല്ലാവരും ഇരിക്കുന്ന സ്ഥലത്ത് എഴുന്നേറ്റ് നിങ്ങളുടെ ഫ്രണ്ടിലെ ഈ പേന എറിഞ്ഞ് പൊട്ടിക്കാവുന്ന ഒരു സ്ഥലത്ത് നിങ്ങൾ നിൽക്കുക. നിങ്ങൾക്ക് പേന എറിഞ്ഞാൽ ഇത് പൊട്ടാൻ വേണ്ടിയിട്ട് ഒരു സ്പേസ് ഫ്ലോറിലുള്ള ഒരു സ്ഥലം നോക്കി നിങ്ങൾ എന്ത് ചെയ്യുക, നിൽക്കുക. കാരണം നിങ്ങൾ കണ്ണടച്ചിരിക്കുകയായിരിക്കും. അപ്പം ടി വിയുടെ ഫ്രണ്ടിലൊന്നും പോയി നിൽക്കരുത്. കണ്ണടച്ച് ടി വിയിലേക്ക് എറിഞ്ഞിട്ട് ടി വി പൊട്ടിച്ചിട്ട് കേട്ടോ. ഒരു നല്ല സ്പേസ് നോക്കി നിൽക്കുക. നമ്മൾ ക്യാരി ചെയ്യുന്ന സ്ട്രെസ്സിനെയൊക്കെ നമുക്ക് ഇപ്പോൾ ഒരു വിത്തിൻ 2 മിനിറ്റ്സ് കൊണ്ട് നമുക്കിപ്പോൾ എടുത്ത് കളയാം കേട്ടോ. ഞാൻ തുടക്കത്തിൽ പറഞ്ഞൊരു സാധനം ഇല്ലേ, നിങ്ങൾ 100 കിലോ സ്ട്രെസ്സുമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മളിപ്പോൾ 10 കിലോ 5 കിലോ ആക്കാൻ പോകണം കേട്ടോ. ഓക്കെ, ഇനി എഴുന്നേറ്റിരിക്കാം. ഒരു ഇൻസ്ട്രക്ഷൻ കൂടിയുണ്ട്. ഈ പ്രോസസ്സ് കഴിഞ്ഞ് നിങ്ങൾ ഒരിക്കലും ആ പേന കൈകൊണ്ടെടുക്കരുത് കേട്ടോ. ആ പേന പിന്നെ നിങ്ങൾ കൈകൊണ്ട് തൊടരുത്. കാരണം നമ്മൾ അത്രയും നെഗറ്റിവിറ്റിയെ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇത് ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിലെ ഒരു തെറാപ്പി പ്രോസസ്സാണ്. പക്ഷേ ഞാൻ അല്പം അതിനകത്ത് സ്പിരിച്വാലിറ്റി മിക്സ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പോകുന്ന നെഗറ്റിവിറ്റി നിറഞ്ഞ ആ പേന നിങ്ങൾ ഒരിക്കലും കൈകൊണ്ടെടുക്കരുത്. എക്സ്പെഷ്യലി നിങ്ങളുടെ മുറിയിൽ നിങ്ങൾ 2 പേര് ചെയ്യുന്നുണ്ടെങ്കിൽ മറ്റൊരാൾ ചെയ്ത പേന ഒട്ടും എടുക്കരുത്. ഓക്കെ, ശരി. എന്നെ കേൾക്കാവോ? എന്നെ കറക്റ്റ് കേൾക്കുന്നുണ്ടോ? കേൾക്കാം. ഇനി ഞാൻ പറയുമ്പോഴത്തേക്ക് നിങ്ങൾ കണ്ണടയ്ക്കണം. പിന്നെ ഞാൻ പറഞ്ഞിട്ടേ കണ്ണ് തുറക്കാവൂ. അപ്പോൾ അതുകൊണ്ട് പിന്നെ കേൾവി മാത്രമേ ഉള്ളൂ. ഇത് സാധാരണ റിമോട്ടായിട്ട് ചെയ്യിക്കാറില്ല, ചെയ്യിക്കുന്ന റിസ്ക്കാണ്. പക്ഷേ അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ ചെയ്യിക്കാൻ വേണ്ടി കുവൈറ്റിലേക്ക് വരണം. എന്നിട്ട് നമുക്കൊരു ലൈവ് ക്യാമ്പ് സംഘടിപ്പിക്കണം. അവിടെ വെച്ചിട്ട് നമുക്കിതെല്ലാം ഓപ്പറേറ്റ് ചെയ്യാം. പക്ഷേ അതിനുള്ള സാഹചര്യം ഇല്ല. കാരണം ഇനി കുറച്ച് നാളത്തേക്ക് ഇനിയിപ്പോൾ എനിക്ക് ജർമ്മനിയിലെത്തണം, അവിടുന്ന് സ്വീഡനിലെത്തണം, പിന്നെ എൻ്റെ പ്രോജക്റ്റ് ലോഞ്ച് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഒരു തിരക്കായതുകൊണ്ട് തൽക്കാലം കുവൈറ്റിലേക്ക് വരാൻ ഉദ്ദേശമില്ല. അതുകൊണ്ട് നമുക്ക് റിമോട്ട് ഏരിയയിൽ നിന്നിട്ട് എന്ത് ചെയ്യാം, നമുക്കിത് ചെയ്യാം കേട്ടോ. ഓക്കെ, എഴുന്നേറ്റിരിക്കാം. ഇനി എഴുന്നേറ്റിരിക്കാൻ ബുദ്ധിമുട്ടൊക്കെ ഇരിക്കാം കേട്ടോ. പക്ഷെ ഇരിക്കുമ്പോഴും നിങ്ങളുടെ ഫ്രണ്ടിൽ ഈ സ്പേസ് ഉണ്ടാവണേ. ഇത് എറിഞ്ഞ് പൊട്ടിക്കാനുള്ള സ്പേസ് ഉണ്ടാവണം. ഓക്കെ, ഒരു പേന കയ്യിലെടുത്ത് പിടിക്കൂ. പേന കയ്യിലെടുത്ത് പിടിക്കേണ്ടത് കാണുന്നുണ്ടോ? കണ്ടോ? ഇങ്ങനെ ആയിരിക്കണം കേട്ടോ. ഈ കൈമുട്ട് മടക്കരുത്. നേരെ പിടിക്കണം. ഇപ്പം ഈ ക്യാമറയ്ക്കകത്ത് ഇപ്പം എങ്ങനെ നിങ്ങൾ കാണുന്നുണ്ടോ? എന്നെ കാണാവോ? ഞാൻ ഇങ്ങനെ ഒന്നും പിടിക്കരുത്, നേരെ സ്ട്രെയിറ്റ്. കാണാം. ഞാൻ ഈ സൈഡിലേക്ക് തിരിഞ്ഞ് കാണിച്ചു തരാം. ഇത് കേട്ടതേ, എൻ്റെ കൈ ഇങ്ങനെ ഇരിക്കണം. കൈമുട്ട് മടങ്ങരുത്. കണ്ടോ? കൈമുട്ട് മടങ്ങിയിട്ടില്ല. അപ്പം നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ക്യാമറ ഇങ്ങനെ വെക്കേണ്ടി വരും. അയ്യോ, ഇത് കണ്ടോ? ഞാൻ നിന്ന് കാണിക്കുകയാണേ. എൻ്റെ കൈ ഇങ്ങനെ നേരെ പിടിക്കണം കേട്ടോ. എൻ്റെ കണ്ണിൻ്റെ മുന്നിലായിട്ട് നേരെ പിടിക്കണം. അപ്പോൾ ഈ പേനയ്ക്ക് വലിയ ഭാരമൊന്നുമില്ല. ജിൻശ്രീ മാം, അത് തന്നെ കറക്റ്റാണ്. ഇതാണ് ഞാൻ ക്യാമറ ഓൺ ചെയ്യാൻ പറഞ്ഞത്. എനിക്ക് നിങ്ങളെ കറക്റ്റ് ചെയ്യാൻ പറ്റും. ഇല്ല, നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണെന്ന് എനിക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റില്ല. എൻ്റെ പ്രിയ കൂട്ടുകാരൻ പ്രദീപേട്ടനൊക്കെ ഞാൻ കാണുന്നുണ്ട്. പ്രദീപേട്ട ക്യാമറയൊക്കെ ഓൺ ചെയ്ത് ഞാൻ കറക്റ്റ് ചെയ്ത് തരാം. ഓക്കെ,
ശരി, ഇനി കൈ മടക്കിക്കോളൂ. ഞാൻ പറയുമ്പോൾ കൈ അങ്ങനെ പിടിച്ചാൽ കേട്ടോ. നിങ്ങൾ ആ പേനയെ ഒന്ന് ശരിക്കും നോക്കിയേ. ആ പേനയെ ശരിക്കും ഒന്ന് മനസ്സിലാക്കുക. കാരണം കണ്ണടച്ചു കഴിഞ്ഞാൽ ഈ പേന നിങ്ങളുടെ മനസ്സിൽ വരണം. അതുകൊണ്ട് പേനയെ ശരിക്കും ഒന്ന് അതിൻ്റെ ഷേപ്പും അതിൻ്റെ ബ്രാൻഡും അതിൻ്റെ കളറും ഒക്കെ ഒന്ന് നോക്കുക. ആ പേന ശരിക്കും കാണുക. ആ പേന ശരിക്കും കാണുക. ഓക്കെ, അപ്പോൾ ഒരു 3-4 പ്രാവശ്യം ദീർഘമായി ശ്വാസം എടുത്ത് ഊതി വിടുക. 3-4 പ്രാവശ്യം ദീർഘശ്വാസം എടുത്ത് ഊതി വിടുക. ഒരു 3 പ്രാവശ്യം. ഓക്കെ, ഫൈൻ. ഇനി ആ പേന കണ്ണടച്ചിട്ടൊന്ന് ഓർക്കാൻ പറ്റുന്നുണ്ടെന്ന് നോക്കിയേ. കണ്ണടച്ചിട്ട് പേന ഓർക്കാൻ പറ്റുന്നുണ്ടെന്ന് നോക്കിയേ. പറ്റുന്നില്ലേ വീണ്ടും കണ്ണ് തുറന്ന് പേനയെ നോക്കാം. ഇത് നിങ്ങൾക്ക് തെളിയിക്കാൻ പോവാണ്. ഞാൻ തെളിയിക്കാൻ പോവാണ്. കാരണം നിങ്ങൾക്ക് ഈ പേന ആകെ എത്താം 10 ഗ്രാമോ 100 ഗ്രാമൊന്നും ഇല്ലല്ലോ പേന. ഞാൻ പറയുന്നു, ഈ പേനയ്ക്ക് നിങ്ങൾക്കിപ്പോൾ നമ്മുടെ തെറാപ്പി വർക്കാവുന്നുണ്ടെങ്കിൽ ഈ പേനയ്ക്ക് നിങ്ങൾക്ക് പൊക്കാൻ പറ്റാത്തത്ര ഭാരത്തിലേക്ക് പോകും കേട്ടോ. നമുക്ക് നോക്കാം. ശരി, പ്രാക്ടീസ് ചെയ്യാം. നേരെ പേന മുന്നിലേക്ക് പിടിക്കുക. എന്നിട്ട് കണ്ണുകൾ അടയ്ക്കുക. കണ്ണുകളടച്ച് പേന വലത് കൈക്ക് സൗകര്യമുള്ളൊരു വലത് കൈക്ക്, ഇനി ഇടത് കൈ സൗകര്യമുള്ളൊരു ഇടത് കൈക്ക്, ഏതെങ്കിലും ഒരു കൈക്ക് നേരെ പിടിക്കുക. ഒരു 6 തവണ കണ്ണുകൾ അടഞ്ഞിരിക്കട്ടെ. മനസ്സുകൊണ്ട് ആ പേനയെ കണ്ടാൽ മതി കേട്ടോ. ഒരു 6 തവണ ശ്വാസം എടുത്ത് പുറത്തു വിടുക. കൈ നീണ്ടു തന്നെ ഇരിക്കട്ടെ. കൈമുട്ട് മടങ്ങരുത്. മറ്റ് കൈ കൊണ്ട് സപ്പോർട്ട് കൊടുക്കരുത്. ഓക്കെ, ഇനി എൻ്റെ ശബ്ദങ്ങൾ മാത്രം പിന്തുടരുക. നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ കൊണ്ടു നടക്കുന്ന നിങ്ങളുടെ സങ്കടങ്ങൾ, നിങ്ങളുടെ വിഷമതകൾ നിങ്ങൾ ഓരോന്നോരോന്നായി ഇപ്പോൾ മനസ്സിലേക്ക് കൊണ്ടുവരിക. നിങ്ങളെ അലട്ടുന്ന, നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന, നിങ്ങൾക്ക് സ്ട്രെസ് തരുന്ന ജോലി സ്ഥലത്തെയോ ഫാമിലിയിലെയോ ഇവിടെ നാട്ടിലെയോ ഏത് പ്രശ്നമായാലും നിങ്ങൾ അതിനെ ഇപ്പോൾ മനസ്സിലേക്ക് കൊണ്ടുവരിക. അതിൽ നിങ്ങളെ ഏറ്റവും അലട്ടുന്ന ഒരു പ്രശ്നത്തെ ഇപ്പോൾ വ്യക്തമായി കാണുക. അത് ഏത് നിറത്തിലാണോ, ഏത് രൂപത്തിലാണോ, ഏതു ഭാവത്തിലാണോ, ഏത് സ്വഭാവത്തിലാണോ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്, അതേ രൂപത്തിൽ, അതേ നിറത്തിൽ, അതേ ഭാവത്തിൽ, അതേ സ്വഭാവത്തിൽ ഇപ്പോൾ മനസ്സിൽ കൊണ്ടുവരിക. ഈ സങ്കടകരമായ കാര്യം നിങ്ങളിപ്പോൾ ഓർത്തപ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ എവിടെയോ ഒരു വൈബ്രേഷൻ, മിക്കവാറും ആളുകൾക്ക് നെഞ്ചിലായിരിക്കും, ചിലർക്ക് തുടയിലായിരിക്കും, ചിലർക്ക് വയറിലായിരിക്കും. എവിടെയാണെങ്കിലും നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ ഷോൾഡറിലൂടെ, കൈകളിലൂടെ ആ പേന പിടിച്ചിരിക്കുന്ന കൈകളിലേക്ക് ഒഴുകിയെത്തി കയ്യിലെ പേനയിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ മുഴുവൻ നിറയുന്നു എന്ന് സങ്കല്പിക്കുക. ഫീൽ ദ സെൻസേഷൻ. അത് കയ്യിലൂടെ ഒഴുകി പേനയിലേക്ക് എത്തുമെന്ന് സങ്കല്പിക്കുക. ദാ പേനയുടെ ഭാരം കൂടാൻ തുടങ്ങി. പേനയുടെ ഭാരം കൂടിക്കൂടി വരുന്നത് അനുഭവിക്കുക. അല്പം മുമ്പുണ്ടായിരുന്ന പേനയല്ല ഇപ്പോൾ അത്. നിങ്ങളുടെ തലയ്ക്കകത്ത്, നെഞ്ചിനുള്ളിൽ, വയറിൽ എവിടെയാണ് പ്രശ്നമെങ്കിലും അത് ഒഴുകി ഒഴുകി പേന പിടിച്ചിരിക്കുന്ന കൈക്ക് താങ്ങാൻ പറ്റാത്തവണ്ണം നീട്ടിപ്പിടിച്ചിരിക്കുന്ന ആ കൈ തളർന്നു പോകുന്നത് പോലെ ഭാരം വർദ്ധിച്ചു വരുന്നതായി അനുഭവിച്ചുകൊണ്ട് അതീവ തീവ്രമായ ഒരവസ്ഥയിലേക്ക്
നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം ഒഴുകി ഒഴുകി ശരീരത്തിൽ നിന്ന് പേനയിലേക്ക് പോകുന്നു എന്ന് സങ്കല്പിക്കുക. ഒരു 2 മിനിറ്റ് അങ്ങനെ ഹോൾഡ് ചെയ്യുക. നിങ്ങളുടെ പ്രശ്നങ്ങൾ ഉള്ള ഭാഗത്ത് നിന്നും ഒഴുകി ഒഴുകി പേനയിലേക്ക് എത്തുമ്പോൾ ആ പ്രശ്നങ്ങൾ കാരണം താങ്ങാൻ പറ്റാത്തവണ്ണം കൈ അതികഠിനമായ ഭാരം കൊണ്ട് ഇപ്പോൾ 10 കിലോ കൈ താത്തരുത്. ഇറ്റ് ഈസ് വർക്കിംഗ്. ഇതിന് ഒഴിച്ചു വിട്ടേക്കുക. നമ്മൾ എന്തിനാ ഹോൾഡ് ചെയ്യുന്നത്? നമ്മൾ എന്തിനായി സ്ട്രെസ്സും കൊണ്ട് നടക്കുന്നത്? അതിന് ഒഴിച്ചു വിടുക. ഇറ്റ് ഈസ് വർക്കിംഗ്. നിങ്ങൾ ഓരോന്നായിട്ട് കാണുക. ഏറ്റവും കൂടുതൽ അലട്ടുന്ന പ്രശ്നത്തിന് ശേഷം അടുത്ത പ്രശ്നം കാണുക. നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ 1 ബൈ 1 ആയിട്ട് ഉള്ളിലേക്ക് കൊണ്ടുപോവാ. അപ്പോൾ ശരീരത്തിൽ എവിടെ സെൻസേഷൻ ഉണ്ടോ അവിടെ നിന്ന് നേരെ പേനയിലേക്ക് ഒഴിച്ചു വിട്. പോട്ടെ. പേനയുടെ ഭാരം 50 കിലോ താങ്ങാൻ പറ്റാത്ത വിധമായി. എങ്കിലും വിടരുത്. ഇറ്റ് ഈസ് വർക്കിംഗ്. പിടിക്കുക. താങ്ങി നിർത്ത്. നമുക്ക് സുഖമായി ഉറങ്ങണം, സന്തോഷത്തോടെ ജീവിക്കണം. അതിനായി ഉള്ളിൽ കൊണ്ടു നടക്കുന്ന നെരിപ്പോടിലെ എല്ലാ കനലുകളെയും ഇപ്പോൾ ഒഴിച്ചു വിട്. കൈയുടെ ഭാരം കൂടിക്കൂടി വരട്ടെ. പേനയുടെ ഭാരം ഇപ്പോൾ 100 കിലോ താങ്ങാൻ പറ്റാത്ത വിധം പേനയുടെ ഭാരം. നമ്മൾ എന്നേക്കുമായി ഇതിനെ ഉപേക്ഷിക്കാൻ പോവാണ്. നമ്മളെ ദ്രവിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ സ്ട്രെസ്സിനെ, ഈ ടെൻഷനെ എന്നേക്കുമായി ഉപേക്ഷിക്കാൻ പോവാണ്. അതിനായിട്ട് നിങ്ങൾ നിങ്ങളുടെ വലത് കാൽ പതുക്കെ പുറകോട്ട് വെക്കുക. എന്നിട്ട് ഞാൻ റെഡി 1 2 3 ത്രോ എന്ന് പറയുമ്പോൾ നിങ്ങൾ സകല ശക്തിയും എടുത്ത്, കാരണം ഇത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന സാധനമല്ല ഈ ടെൻഷൻ, നിങ്ങൾക്ക് ഗുണമുള്ള സാധനമല്ല ഈ ടെൻഷൻ, നിങ്ങൾക്ക് സന്തോഷം തരുന്ന സാധനമല്ല ഈ ടെൻഷൻ. ഇത് നിങ്ങളെ രോഗിയാക്കും, ഇത് നിങ്ങളെ കടക്കാരനാക്കും, ഇത് നിങ്ങളെ ഒരിക്കലും ജീവിക്കാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് തന്നെ ഇതിനോടുള്ള എല്ലാ വൈരാഗ്യവും വെച്ചുകൊണ്ട് ഇതിനെ ഉപേക്ഷിക്കാൻ എത്ര കരുത്തിൽ ഇതിനെ തല്ലിപ്പൊട്ടിക്കാവോ അത്രയും കരുത്തിൽ ഇതിനെ തല്ലിപ്പൊട്ടിക്കണം. അതിനായിട്ട് ഞാൻ പറയുമ്പോൾ നിങ്ങൾ പുറകോട്ട് മാക്സിമം ആഞ്ഞ് നിങ്ങളുടെ ഫ്രണ്ടിൽ കണ്ണുകൾ അടഞ്ഞു തന്നെ ഇരിക്കട്ടെ. ഞാൻ പറയാതെ ഒരിക്കലും തുറക്കരുത്. അതിനെ എറിയാൻ തയ്യാറെടുക്കുക. യെസ്, നമുക്കിത് വേണ്ട. കൈ പുറകോട്ട് ഉയർത്തുക. ഇതിനെ എറിഞ്ഞ് പൊട്ടിക്കാൻ പോവാണ്. ഞാൻ എൻ്റെ അടുത്ത കമാൻഡിന് റെഡി 1 2 3 ത്രോ. ഒറ്റയടി കൊടുക്കുക. ഇനി കൈകൾ രണ്ടും കൊടയ്. എന്നിട്ട് ഹാവു എന്ന് നോക്ക്. ഹാവു, നമ്മൾ ആശ്വാസത്തെ വെക്കൂലേ? ഹാവു 3 പ്രാവശ്യം. ഹാവു. ഫീൽ ദ റിലാക്സേഷൻ, ഫീൽ ദ കംഫർട്ട്. എന്തോ ഒരു ഭാരം പോയ പോലെ ആ കൈകളിൽ ഇപ്പോൾ ആ റിലാക്സേഷൻ ഫീൽ ചെയ്തേ. അല്പം മുമ്പ് കണ്ണുകൾ അടഞ്ഞു തന്നെ ഇരിക്കട്ടെ. ഇപ്പോൾ 2 കൈ കൊണ്ട് സ്വയം കെട്ടിപ്പിടിക്കൂ. 2 കൈകൾ കൊണ്ട് സ്വയം കെട്ടിപ്പിടിക്കും. നിങ്ങൾക്ക് ജീവിതത്തിൽ നിങ്ങളുടെ നാളിതുവരെ ചെയ്ത കാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്ന കാര്യം ഏതാണ്? നിങ്ങൾ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും. വീട് വെച്ചിട്ടുണ്ടാവും, നല്ല കുട്ടികൾ ജനിച്ചത്, വലിയ കാര്യങ്ങൾ ചെയ്തത്, ഓഫീസ് സ്ഥലത്തിൽ ഏതെങ്കിലും നിങ്ങൾക്ക് സന്തോഷം തരുന്ന ഒരു കാര്യത്തെ മനസ്സിൽ കൊണ്ടുവരിക. അന്ന് ആരൊക്കെയായിരുന്നു ആ വേദിയിൽ ആ സമയത്ത് നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത്? അവരെയൊക്കെ കാണുക. ആ സന്തോഷം ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങൾ എന്തൊക്കെയാണ് കണ്ടത് അതെല്ലാം കാണുക. നിങ്ങൾ എന്തൊക്കെയാണ് കേട്ടത് അതെല്ലാം കേൾക്കുക. നിങ്ങൾ എന്തൊക്കെയാണെന്ന് അനുഭവിച്ചത് അതെല്ലാം അനുഭവിക്കുക. ആനന്ദം നിറയട്ടെ. അന്നത്തെ ആനന്ദം മനസ്സിൽ കൊണ്ടുപോവാ. കാരണം യു ആർ ഗ്രേറ്റ്. നിങ്ങൾ ചെയ്തൊരു കാര്യമാണിപ്പോൾ.
നിങ്ങൾക്ക് ഉത്തമ ബോധ്യമുള്ള നടന്നൊരു കാര്യമാണ് മനസ്സിലിപ്പോൾ ഓർക്കുക. അതിൻ്റെ ആനന്ദത്തിൽ എങ്ങനെ നിൽക്കുക. ഗ്രേറ്റ്, വണ്ടർഫുൾ, വണ്ടർഫുൾ. അതിൻ്റെ പീക്ക് മൊമെന്റിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി സംഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു നല്ല കാര്യത്തെ മനസ്സിൽ കൊണ്ടുപോവാ. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു നല്ല കാര്യത്തെ മനസ്സിൽ കൊണ്ടുപോവാ. ആ ആഗ്രഹം ഇപ്പോൾ നടക്കുന്നതായിട്ട്, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതായിട്ട്, മക്കളുടെ കല്യാണമോ വീട് വെപ്പോ നിങ്ങളുടെ ജോലിക്കയറ്റോ എന്തും, അതിൻ്റെ എല്ലാ കാഴ്ചകളും കാണുക, നിറങ്ങളോടുകൂടി കാണുക, അതിൻ്റെ എല്ലാ ശബ്ദങ്ങളും കേൾക്കുക, അതിൻ്റെ എല്ലാ സ്പന്ദനങ്ങളും അനുഭവിക്കുക. ഇത് നടന്നാൽ നിങ്ങൾ എത്രത്തോളം സന്തോഷിക്കുമെന്നുള്ളത് ഇപ്പോൾ മനസ്സിൽ കൊണ്ടുവരിക. നിങ്ങൾ അനുഭവിക്കുന്ന ആനന്ദം ഇപ്പോൾ മനസ്സിലെടുക്കുക. ഓഫ്, ഗ്രേറ്റ്, വണ്ടർഫുൾ. നിങ്ങളുടെ ഈ സന്തോഷം നിങ്ങളല്ലാതെ ലോകത്ത് കാണാൻ ആഗ്രഹിക്കുന്ന മറ്റൊരാളുടെ മുഖം മനസ്സിലോർക്കുക. നിങ്ങൾ ഈ സ്വപ്നം നേടിയാൽ നിങ്ങളല്ലാതെ സന്തോഷിക്കുന്ന നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളുടെ മുഖം മനസ്സിൽ കൊണ്ടുവരിക. അയാളുടെ മുഖത്തെ സന്തോഷം കാണുക. ഓഫ്, വണ്ടർഫുൾ മൊമെന്റ്. ഈ സന്തോഷം കാണാനല്ലേ നമ്മൾ ഇത്ര കഷ്ടപ്പെട്ടത്, അല്ലേ? അങ്ങനെയെങ്കിൽ നിങ്ങൾ ആ സന്തോഷം കാണുമ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ഒരു ആത്മനിർവൃതി ഉണ്ടല്ലോ, ആത്മനിർവൃതിയെ മനസ്സിൽ കൊണ്ടുവരിക. ഓ ഗ്രേറ്റ്. ഇതിനെല്ലാം പരമഗുരുവിന് നന്ദി പറയുക, മഹാഗുരുവിന് നന്ദി പറയുക, പ്രപഞ്ചത്തിന് നന്ദി പറയുക, നിങ്ങളുടെ ഇഷ്ട ദൈവങ്ങൾക്ക് നന്ദി പറയുക. 3 പ്രാവശ്യം നന്ദി, നന്ദി, നന്ദി എന്ന് പറഞ്ഞ് സാവധാനം കണ്ണു തുറക്കാം. ഓക്കെ, ഇനി ഇരിക്കാൻ വരട്ടെ. നേരെ വാഷ് ബേസിനിൽ പോയി ആ നെഗറ്റിവിറ്റി പാസ് ചെയ്ത കൈ സോപ്പിട്ട് കഴുകുക. കൈയും മുഖവും സോപ്പിട്ട് കഴുകിയിട്ട് തിരിച്ചു വരിക. ആ പേന എടുക്കരുത് കേട്ടോ, പേനയിൽ ചവിട്ടരുത് കേട്ടോ. ഓക്കെ, ഇനി ഒന്ന് നിങ്ങൾ ആ വേദനിച്ച കാര്യം ഒന്ന് വെറുതെ മനസ്സിൽ കണ്ടേ. നേരത്തെ വേദനിച്ചപ്പോൾ 100 ആയിരുന്നെങ്കിൽ ഇപ്പോൾ 5 10 ഉള്ളൂ. ശരിയോ തെറ്റോ? എന്നോട് പറ.
ജ്യോതി മാം, എന്താ അഭിപ്രായം? ചെയ്തായിരുന്നോ? പ്രാക്ടീസ് ചെയ്തോ? ആർക്കെങ്കിലും പേനയ്ക്ക് ഭാരം ചെയ്തു തോന്നിയോ? ചെയ്തു ഓ സർ, കൈ കഴിച്ചു. അതെ അതെങ്ങനെയാ ഇത്രയും കരുത്തുള്ള നിങ്ങൾക്ക് ഈ ഒരു പൊട്ട പേനയെ 10 മിനിറ്റ് പിടിക്കാൻ പറ്റൂലേ? ഞാൻ 10 മിനിറ്റ് ഒന്നും എടുത്തില്ലല്ലോ, 2 മിനിറ്റ് അല്ലേ എടുത്തുള്ളൂ. അപ്പൊ എന്തോ ഒന്ന് സംഭവിച്ചിരിക്കണം അല്ലേ? ആ സംഭവിച്ച എന്താണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ഉള്ളിലേക്ക് നോക്കിയാൽ മതി. നിങ്ങൾ അല്പം മുമ്പ് വിഷമിച്ച ആ ഒരു കാര്യമില്ലേ, നിങ്ങൾ ഇനി എത്ര ആലോചിച്ചാലും നിങ്ങൾക്ക് അന്നേരം വിഷമിച്ചതിൻ്റെ അത്രയും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, വിഷമിക്കാൻ പറ്റൂല. ശരിയോ തെറ്റോ? അപ്പൊ ഈ ഒരുപാട് ഭാരം തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ചാൽ മതി, മുതുകത്ത് കല്ലും വെച്ച് എവറസ്റ്റ് കയറിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ അപ്പൊ ആ ഭാരമാണ് നമ്മൾ അങ്ങോട്ട് ഇറക്കി വെച്ചത് കേട്ടോ. സമയമായി, എനിക്ക് അനുവദിച്ച സമയമായി. ഇത്രയും മതിയോ? ഇനി പറഞ്ഞാൽ അധികം 3 ടെക്നിക്കാ പറഞ്ഞത്, 2 ആയപ്പോൾ തന്നെ സമയം കഴിഞ്ഞു. ഇനി നമുക്കിപ്പോൾ കഴിഞ്ഞ വർഷം പറഞ്ഞു പിരിഞ്ഞതുപോലെ ഇനി വീണ്ടും കാണുമ്പോൾ പുതിയ ടെക്നിക്കുകൾ തരാം, അല്ലേ? സാർ ഒരു കാര്യം ചോദിക്കട്ടെ? ചോദിച്ചോളൂ. ഇപ്പൊ നമ്മൾ കളഞ്ഞ പേന നമ്മുടെ മുറിയിൽ എവിടെയെങ്കിലും അയക്കത്തില്ലേ? അപ്പൊ നമുക്ക് തൂത്തുവാരിയൊക്കെ കളയാമോ? അത് നമ്മുടെ ഇതില്ലേ, ഈ ചൂല് കൊണ്ട് മറ്റേ ആ കോരിയൊക്കെ വെച്ചിട്ട് അതിനെ ആ, ദൂരത്ത് എവിടെയെങ്കിലും കളയാം കേട്ടോ. ഓക്കെ. Yes, കൈ കൊണ്ട് എടുക്കരുത്, കൈ കൊണ്ട് എടുക്കരുത് കേട്ടോ. സോ ജിതേഷ് ചേട്ടാ, ജ്യോതി ചേച്ചി, അപ് ടു യു. ഞാൻ ഓവർ ടു യു. താങ്ക് യു സാർ. നമ്മളിലെ നെഗറ്റിവിറ്റികളെ എല്ലാം കളഞ്ഞ് വളരെ പോസിറ്റീവ് എനർജി നിറച്ച ഒരു സെഷനായി വളരെ ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരുടെയും കൈ കഴിച്ചു എന്നൊക്കെ പറയുന്നത് കേട്ടു. ഒരുപാട് നെഗറ്റിവിറ്റികൾ ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുന്നു. എല്ലാം പോയി വളരെ ഒരു പോസിറ്റീവ് മൈൻഡ്, പുതിയൊരു ഉണർവിലേക്ക് എല്ലാവരെയും ഇത്രയും കൊണ്ടുപോയ സാറിന് പ്രത്യേകം നന്ദി പറയുന്നു. എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാമേ. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം കേട്ടോ. താഴെ എറിഞ്ഞപ്പോ പേന പൊട്ടിയില്ല. അത് സബ്ജക്റ്റ് അല്ല, അതിനെക്കുറിച്ച് ഓർത്ത് ഇനി കേട്ടോ, അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുക വേണ്ട. ഇത് പറ്റുമെങ്കിൽ നിങ്ങൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഈ സാധനം ചെയ്യണം. ഇതൊരു തെറാപ്പിയാണ്. NLPയിലെ ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിങ്ങിലെ പെൻ തെറാപ്പിയാണ്. നിങ്ങൾ ഞാൻ വേണമെങ്കിൽ ഇതിൻ്റെ സ്ക്രിപ്റ്റ് ടിൻറ്റുവിന് അയച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഗ്രൂപ്പിൽ അത് ഷെയർ ചെയ്യട്ടെ, ഇതിൻ്റെ മെത്തേഡ്സ് ഷെയർ ചെയ്യാം. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങളൊരു വീക്കിലി വൺസ്, കാരണം എന്താണെന്നറിയോ, നമ്മൾ വീണ്ടും ഫീൽഡിലേക്കാണ് പോകുന്നത്, നിങ്ങൾ വീണ്ടും പ്രൊഫഷണൽ ലൈഫിലേക്കാണ് പോകുന്നത് അല്ലേ? എവിടെയും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ നെഗറ്റിവിറ്റി അക്യുമുലേറ്റ് ചെയ്യാം, നിങ്ങൾ സ്ട്രെസ് ക്യാരി ചെയ്യാം. നാളെ പുതിയ പുതിയ സംഭവങ്ങൾ ഉണ്ടാവാം. ഓരോ സംഭവങ്ങൾക്കൊപ്പവും ഇമോഷൻസ് നമ്മൾ അബ്സോർവ് ചെയ്യാം. അക്യുമുലേറ്റഡ് ഇമോഷൻസ് കറക്റ്റ് സമയത്ത് കുത്തിക്കളഞ്ഞില്ലെങ്കിൽ അത് പൊട്ടിത്തെറിക്കും. അതാണ് ബേൺ ഔട്ട്. നിങ്ങൾ കയ്യിലുള്ളത് തല്ലിപ്പൊട്ടിക്കും. ഈ ചിലർ ആത്മഹത്യ ചെയ്യും അല്ലേ? അങ്ങനെയും കാണുന്നില്ലേ അല്ലേ? അപ്പോൾ അതിൻ്റെ എക്സ്ട്രീം വെർഷനാണ് അതൊക്കെ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, നമ്മൾ ഈ ലോകത്തല്ലേ ജീവിക്കുക, അതുകൊണ്ട് സ്ട്രെസ്സും ഒക്കെ ഉണ്ടാവുന്നേ. അങ്ങനെ ഉണ്ടാകുമ്പോൾ ശരിക്കും ഇപ്പം തന്നെ ശരിക്കും 3 തവണ ചെയ്യണമെന്നാണ് ശരിക്കും പെൻ തെറാപ്പി. ഈ നമ്മളിപ്പോൾ സിംഗിൾ ടൈം ചെയ്തപ്പോൾ തന്നെ 3 തവണ ചെയ്യണം, എങ്കിലാണത് പൂർണ്ണമായിട്ട് ക്ലീൻ ആവുള്ളൂ. നമ്മുടെ സമയമൊക്കെ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുക. അതുകൊണ്ടാണ് ഒറ്റ തവണ കൊണ്ട് നിർത്തിയത്. ഇതൊരു ടൂളായിരിക്കട്ടെ, നമുക്ക് വെറുതെ ഉപദേശം കൊണ്ട് കാര്യമില്ല, പ്രാക്ടിക്കൽ ടൂളുകൾ അപ്ലൈ ചെയ്യാം. എന്നിട്ട് നമുക്ക് നമ്മുടെ ബ്രെയിനെയും നമ്മുടെ വികാരത്തെയും ഒക്കെ നമുക്കിങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, സർ, എനിക്കൊരു സംശയം ഉണ്ടായിരുന്നേ. ചോദിക്കൂ. ഞാൻ ഹിപ്നോതെറാപ്പി പ്രാക്ടീഷണറാണ്. ഐ സ്റ്റഡീഡ് ഹിപ്നോതെറാപ്പി. അപ്പൊ അത് ഇതുപോലത്തെ മെത്തേഡ്സാണ് യൂസ് ചെയ്യുന്നത്.
വെരി ഗുഡ്, വെരി ഗുഡ്. ശരിക്കും നമുക്ക് നമ്മളിപ്പോൾ ഹിപ്നോതെറാപ്പിയിലേക്ക് പോയില്ല. ലൈക്ക് NLPയും ഹിപ്നോതെറാപ്പിയും രണ്ട് വകഭേദങ്ങളാണ്, ഉം. രണ്ട് കണക്റ്റുമാണ്. ഈ നമ്മളവിടെ ഹിപ്നോതെറാപ്പിയിൽ ആ ട്രാൻസ് സ്റ്റേറ്റിലേക്ക് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മളിവിടെ പോയിട്ടില്ല. ആ ഇല്ല. മനസ്സിലായോ? ഡീപ്പനിങ് അത് ചെയ്തു. ആ ഓക്കെ. ഡീപ്പനിങ് ചെയ്തിട്ടില്ല. കാരണം അതൊക്കെ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഇപ്പം തന്നെ എനിക്ക് ഒരുപാട് പേര് മെസ്സേജ് അയച്ചു, സാറേ അർജന്റീനയുടെ കളി നടക്കുന്നതുകൊണ്ട് കയറാൻ പറ്റുന്നില്ല എന്ന്. കയറി അല്ലേ? അപ്പോൾ എനിവേ ഐ ഹോപ്പ് യു എൻജോയ്ഡ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ കഴിഞ്ഞ സെഷൻ മുഴുവൻ ബേസ് ചെയ്തത് ഗുരുദേവ ദർശനങ്ങളെ ആയിരുന്നെങ്കിൽ ഇത്തവണ ഞാൻ ബേസ് ചെയ്തത് പ്യൂർലി ന്യൂറോ സയൻസ് ആയിരുന്നു. ഞാനിപ്പോൾ ഒരു ഒരു സാധനം തയ്യാറാക്കുന്നുണ്ട് ഗുരുദേവ ദർശനങ്ങളിലെ ന്യൂറോ സയൻസ് എന്ന വിഷയത്തിൽ. ഓക്കെ, അപ്പോൾ അതിനുശേഷം നമുക്ക് ഇത് രണ്ടും തമ്മിൽ കണക്ട് ചെയ്തിട്ട് വീണ്ടും കാണാം. എനിവേ ഒരു ടെക്നിക്ക് പെൻഡിങ് ഉണ്ട്. അത് ടെക്നിക്ക് ഇതാണ്, ഹാർട്ട് ബ്രെയിൻ കോഹിറൻസ് എന്ന് പറയും. നിങ്ങൾ സ്ക്രീൻ കണ്ടു കഴിഞ്ഞാൽ ഒരു ചിത്രം കണ്ടോ? അതായത് നമ്മുടെ ബ്രെയിനാണല്ലേ നമ്മുടെ ഇപ്പോൾ എല്ലാ സ്ട്രെസ്സും ക്യാരി ചെയ്യുന്നത് നമ്മൾ ബ്രെയിനാണ്. നമ്മൾ പറയും ബ്രെയിനിലാണ് ടെൻഷൻ. എന്നാൽ ബ്രെയിനേക്കാൾ 5000 മടങ്ങ് ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് പവറുള്ള ഒരു സാധനമാണ് ഹൃദയം. ഹൃദയത്തെ കൺട്രോളിൽ പിടിച്ചാൽ ബ്രെയിനെ ഈസി ആയിട്ട് കൺട്രോളിൽ പിടിക്കാൻ പറ്റും. അങ്ങനെ ഒരു ടെക്നിക്ക് എനിക്ക് തരണമെന്നുണ്ട്. ഇനിയൊരു അവസരത്തിൽ ഞാൻ നിങ്ങൾക്ക് തരാം. എന്നാലേ ഇത് ശരിക്കും ഫിനിഷ് ആവുള്ളൂ. ബട്ട് നമുക്കിപ്പോൾ സമയം ഇത്ര ആയതുകൊണ്ട് ഞാൻ തൽക്കാലം വൈൻഡപ്പ് ചെയ്യാണ്. എനിക്ക് ഇങ്ങനൊരു പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ച എല്ലാവർക്കും എൻ്റെ നന്ദി. പേരൻസിനോട് ഞാൻ ഇതൊക്കെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ്റെ പുറകിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ബ്രെയിൻ സ്ട്രെങ്ത് ഇരട്ടിയാക്കുന്ന, മെമ്മറി പവർ ഇരട്ടിയാക്കുന്ന, കുട്ടികളുടെ ഫോക്കസ് പവർ ലേസർ ഫോക്കസ് ആക്കുന്ന, മൈൻഡ് കരുത്തുള്ളതാക്കുന്ന, ഒപ്പം പഠനം പാൽപ്പായസമാക്കുന്ന, എല്ലാ ഹാർഡായ ടോപ്പിക്കുകളും വളരെ അനായാസം പഠിക്കാൻ പറ്റുന്ന, പരീക്ഷയുടെ തലേദിവസം വെറും 5 മിനിറ്റ് മാത്രം റിവിഷന് ചെലവഴിച്ചാൽ ബാക്കി സമയം കുട്ടികൾക്ക് വേണമെങ്കിൽ കളിക്കാം എന്ന തരത്തിൽ അവരെ റിലാക്സ് ആക്കുന്ന ഒരു വലിയ പ്രോജക്റ്റിൻ്റെ ഭാഗമാണ് ഞാൻ. അത് ഓണത്തിന് അത് റിലീസ് ചെയ്യണമെന്ന് വിചാരിക്കണു. ഒപ്പം കുട്ടികളുടെ കരിയറൊക്കെ സയൻറ്റിഫിക്കലി ടെസ്റ്റ് ചെയ്യുന്ന മറ്റൊരു ഇതുകൂടി ഞാനിപ്പോൾ ഈ നെക്സ്റ്റ് വീക്കിൽ അത് ലോഞ്ച് ചെയ്യും. എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥന ഉണ്ടാവണം. അപ്പോൾ എന്നെ ഇങ്ങോട്ടേക്ക് ക്ഷണിച്ച എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കളും, സാരഥി കുവൈറ്റിലെ എല്ലാ സുഹൃത്തുക്കൾക്കും, സെൻട്രൽ വനിതാ വേദി പ്രവർത്തകർക്കും, എൻ്റെ ഭാരവാഹികൾക്കും, ഒപ്പം എൻ്റെ കുറച്ച് കൂട്ടുകാർ ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്നതുകൊണ്ട് അവർക്കും മറ്റെല്ലാവർക്കും ലോക സമസ്ത സുഖിനോ ഭവന്തു. ഗുരുദേവൻ്റെ അനുഗ്രഹം എല്ലാവർക്കും നിറഞ്ഞ് കവിഞ്ഞു വരട്ടെ. നന്ദി.